കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില ആഴ്ചകളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഈ രാവിലെ സമയം മാസയോഗമായി നമുക്കൊന്നിച്ച് കടന്നു വരുവാൻ സൂം മീഡിയയിൽ കൂടെ ആയിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയത് കൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ച് നമ്മുടെ കൂടിവരവ് ആരംഭിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ രാവിലെ സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, രാവിലെ സമയം നിന്റെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾക്ക് സൂം മീഡിയയിൽ കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തതിനായി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ താല്പര്യങ്ങൾ അറിഞ്ഞ് ഇന്ന് രാവിലെ സമയം നീ ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. വാസ്തവമായി ഈ കൂടിവരവ് ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായി ഒരു അനുഗ്രഹം പ്രാപിപ്പാനും കർത്താവെ നീ ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടിവരവിന്റെ പ്രാരംഭ സമയം മുതൽ അവസാന നിമിഷം വരെയും അങ്ങയുടെ വലിയ കൃപ ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്രകാരം കൂടി വരുവാൻ ഇടയാക്കിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കർത്താവെ, ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഫരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സന്നിധി ബോധത്തോടെ ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഇരുത്തുമാറാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മീയ നന്മയുണ്ടാകുവാൻ ഈ കൂടിവരവ് കാരണമാക്കണമേ എന്ന് ഞങ്ങളെങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കൊണ്ടും ഇടയാക്കിക്കാട്ട്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേട്ടുത്തരമരളുമാറാകണമേ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം രാവിലെ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂം മീഡിയയിൽ കൂടെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെയും സഹോദരി സഹോദരന്മാരെയും ഓർത്ത കർത്താവിനെ സ്തുതിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുകയും ചെയ്തുകൊള്ളുന്നു. സ്തോത്രം. 118 സങ്കീർത്തനം അതിന്റെ 24 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്കുക. അതിന്റെ 23 വാക്യത്തിൽ ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ ആശ്ചര്യമായിരിക്കാം, എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിന്റെ താല്പര്യം അറിഞ്ഞ് യഹോവയായ ദൈവം ഇന്ന് പകൽക്കാലം നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്നതിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അതിന്റെ 118 സങ്കീർത്തനം അതിന്റെ 22 വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. അതായത് അവിടെ പറയുന്നത്, ആമേൻ, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ കൊരിന്ത ലേഖനത്തിൽ അവിടെ പറയുന്നു, ആ പാറ കർത്താവായ യേശു ക്രിസ്തുവാകുന്നുവെന്ന്. അങ്ങനെയെങ്കിൽ ആ കർത്താവായ യേശു ക്രിസ്തുവിനാൽ നാം ഒന്നിച്ച് പണിയപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. മൂലക്കല്ലായ ആ കർത്താവിനോട് ചേർന്ന് നാം പണിതുകൊണ്ടിരിക്കുമ്പോൾ ആ സഭയുടെ അംഗങ്ങളാണ് നാം എല്ലാവരും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാം ആയിരിക്കുന്നുവെങ്കിലും ആമേൻ, ഹല്ലേലൂയ, നമ്മെ അറിയുന്നവനായ ഒരു കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഭരമേൽപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് പകൽക്കാലം കർത്താവ് നമുക്ക് ഇടയാക്കി തീർക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇപ്രകാരം ഒരു അവസരം ആമേൻ ഓസ്ട്രേലിയ IPC റീജിയന്റെ ആഭിമുഖ്യത്തിൽ ഈ ഓസ്ട്രേലിയയിൽ ആദ്യമായി തുടങ്ങുവാൻ തക്കവണ്ണം കർത്താവ് സാഹചര്യം ഒരുക്കി തന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളതായ ദൈവദാസന്മാരും സഹോദരി സഹോദരന്മാരും ഒന്നിച്ച് ഇപ്പോഴായിരിക്കുന്നു. നമുക്കൊന്നിച്ച് കർത്താവിനെ ആരാധിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവ് ഇടയാക്കി തീർക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. തുടർന്ന് ആമേൻ ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വെൽക്കം ചെയ്യുവാനായി ഓസ്ട്രേലിയ IPC റീജിയന്റെ സെക്രട്ടറി അത് ചെയ്യുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാത സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാവർക്കും, വിശേഷാൽ കർത്താവിന്റെ ദാസന്മാർ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും എൻ്റെ സ്നേഹവും വന്ദനവും ഈ സമയത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്കറിയാം, പാസ്റ്റർ ഉണ്ണി വർഗീസ് പറഞ്ഞതുപോലെ
മന്ത്ലി സ്പിരിച്വൽ മീറ്റിംഗ് ആയിട്ട്, മാസയോഗമായിട്ട് ഓസ്ട്രേലിയ IPC റീജിയനോടുള്ള ബന്ധത്തിൽ കടന്നു വരുവാൻ തക്കോണം ഇടയായി തീർന്നല്ലോ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യക്കാരായിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് 74-ാം സ്വാതന്ത്ര്യത്തിന്റെ ആ സന്തോഷം ലോകത്തിലുള്ള എല്ലാ ഇന്ത്യക്കാരും ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നല്ലോ. സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമുക്കെല്ലാം വിവിധമായ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ട്. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഫ്ലാഗും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു റാലി കഴിഞ്ഞ് കടന്നു വന്ന് അസംബ്ലിക്ക് നിൽക്കുന്ന സമയത്ത് ആ ഇളം വെയിലിൽ തലകറങ്ങി വീണ ഒരു രംഗം എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. പലർക്കും പല വിധത്തിലുള്ള അനുഭവങ്ങൾ, ഓർമ്മകള് അതിനോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ട്. നമുക്കറിയാം, മഹാത്മാ ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി തന്നോടൊരുമിച്ച് അനേകര് പോരാടി ആ വലിയ ഒരു സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇന്ത്യക്ക് ഇടയായി തീർന്നു. അതിനോടുള്ള ബന്ധത്തിൽ വലിയ വലിയ മഹാന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആഫ്രിക്കയിൽ നെൽസൺ മണ്ടേല നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ വേദപുസ്തകം പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് ഇരുന്ന മോശ, ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിന് വേണ്ടി മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാനായി മോശ എടുത്ത വലിയ പ്രയത്നം. അതുപോലെ വിശുദ്ധ വേദപുസ്തകം അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വർഗ സീമകളെ വിടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ നല്ല കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം തന്നാൽ, പ്രൈസ് ദി ലോർഡ്, പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങി പോകരുത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യത്തിൽ, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഇന്ന് പകൽക്കാലം സ്വാതന്ത്ര്യം ഇല്ലാതെ സ്വാതന്ത്ര്യമുള്ള ലോകത്തില് അനേകര് വീണ്ടും അസ്വാതന്ത്ര്യത്തിൽ, മനുഷ്യൻ ഇന്നും രാഷ്ട്രീയമായി, സാമൂഹികമായി, സാമ്പത്തികമായി സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു. പലരും കുടുംബത്തിൽ സ്വാതന്ത്ര്യമില്ല, വ്യക്തിപരമായി സ്വാതന്ത്ര്യമില്ല. എന്നാൽ യേശു കർത്താവ് പറയുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഇന്ന് പകൽക്കാലം അത് ആ പുത്രനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമക്കളാകുന്ന നമുക്ക് കഴിഞ്ഞെങ്കിൽ അത് ഏറ്റവും വലിയ വിടുതലാണ്. ആ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ, ആ സ്വാതന്ത്ര്യത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭമായി ഓർപ്പിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. അത് സ്വാഗത ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്തം. ഇന്ന് പകൽക്കാലം കടന്നു വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശേഷാൽ ഇന്ത്യൻ പെന്തക്കോസ് ദൈവസഭയുടെ ഓസ്ട്രേലിയൻ റീജിയനിലായിരിക്കുന്ന എല്ലാവരെയും വിശേഷാൽ ഞാൻ ഓർക്കുന്നു. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് ജോർജ്, തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പേഴ്സ് എല്ലാവരെയും ഈ സമയത്ത് ഞാൻ പ്രാരംഭമായി ഹാർദവമായി എന്റെ വ്യക്തിപരമായ പേരിലും ഓസ്ട്രേലിയ റീജിയന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ പ്രധാന അതിഥിയായി നമ്മുടെ മധ്യത്തിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ സാം ജോർജ് അവറുകൾ, ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസനെ സെക്രട്ടറി എന്ന നിലയിൽ എന്റെ വ്യക്തിപരമായ പേരിലും ഓസ്ട്രേലിയ റീജിയന്റെ പേരിലും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി കർത്താവിന്റെ ദാസന്മാർ ഈ ലൈനിൽ, ഈ സൂം മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് UK-യിൽ നിന്ന്, US-ൽ നിന്ന്, അയർലൻഡിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന്, കാനഡയിൽ നിന്ന്, അതുപോലെ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും എന്റെ വ്യക്തിപരമായ പേരിലും റീജിയന്റെ പേരിലുമുള്ള സ്വാഗതം ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൈവദാസന്മാർ, സഭാ വിശ്വാസികൾ, കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ പുത്രികാ സംഘടനയായ PYPA, ലേഡീസ് മിനിസ്ട്രി മുതലായ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് ഞാൻ ഹാർദവമായി സ്വാഗതം
അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളോട് ഒരുമിച്ച് വർഷിപ്പ് ലീഡ് ചെയ്യുവാനായിട്ട് മറ്റു കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ കൃത്യത്തിന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ കർത്താവിന്റെ ദാസൻ IPC ഓസ്ട്രേലിയ റീജിയന്റെ പ്രസിഡന്റ് ഈ മാസയോഗം ഒഫീഷ്യലി ഇനാഗുറേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓഗസ്റ്റ് മാസം 15-ാം തീയതി രാവിലെ സമയം IPC ഓസ്ട്രേലിയ റീജിയന്റെ പ്ലാറ്റ്ഫോമിൽ ഈ സൂം മീറ്റിംഗിൽ കൂടെ മാസയോഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതായ എല്ലാ ബഹുമാന്യ ദൈവദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും വേഗം വരുന്ന കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനവും സ്വാഗതവും അറിയിക്കുന്നു. ചില നാളുകളായി ഈ പ്രത്യേക സാഹചര്യത്തിൽ കൂടെ ലോകവും ലോകജനതയും ഒരേപോലെ കടന്നു പോകുന്നതിന്റെ മധ്യത്തിൽ ദൈവജനം പലവിധമായ മീറ്റിങ്ങുകളും മറ്റും മാധ്യമത്തിൽ കൂടെ ശ്രവിക്കുന്നുണ്ട് എങ്കിലും ദൈവജനത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ഐസൊലേഷൻ, ഒരു ട്രൈനസ് ഉണ്ടാകാതെ ആത്മീയതയിൽ നിലനിർത്തി ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി അവരെ എക്വിപ്പ് ചെയ്യുവാൻ, അവരെ ഒരുക്കുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ദൈവദാസന്മാരും ദൈവസഭയും ഈ സാഹചര്യത്തിന്റെ മധ്യത്തിൽ ദൈവത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനോടുള്ള ബന്ധത്തിൽ IPC ഓസ്ട്രേലിയ റീജിയന്റെ ഭാരവാഹികൾ ഒരുമിച്ച് കൂടുകയും ഇങ്ങനെയുള്ളതായ ഒരു പ്രത്യേക മീറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തതിന്റെ വെളിച്ചത്തിൽ ആണ് ഈ രാവിലെ സമയം നമുക്ക് ഒരുമിച്ച് ഈ മാധ്യമത്തിൽ കൂടെ കടന്നു വരുവാനായിട്ടിടയായി തീർന്നത്. ഇങ്ങനെ ഈ സാഹചര്യം നമുക്ക് ഒരുക്കി തന്ന സർവകൃപാലുവാകുന്ന ദൈവത്തിന് സകല സ്തുതിയും സ്തോത്രവും മഹത്വവും ഈ രാവിലെ സമയം അർപ്പിക്കുന്നു. എന്റെ പ്രാർത്ഥന ഈ രാവിലെ സമയം നാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിന് അനുഗ്രഹവും ദൈവത്തിന്റെ നാമത്തിന് മഹത്വവും നമ്മുടെ ക്രിസ്തീയമായ ജീവിതം അത് മുഖാന്തരം ധന്യമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ ഈ മീറ്റിംഗ് ചെയർ ചെയ്യുന്ന കർത്താവിന്റെ അനുഗ്രഹീത ദൈവദാസൻ പാസ്റ്റർ വർഗീസ് ഉണ്ണി അവറുകൾ, IPC ഓസ്ട്രേലിയ റീജിയന്റെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്നതായ പാസ്റ്റർ സജിമോൻ സക്രിയ, അതേപോലെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന എക്സിക്യൂട്ടീവ് ടീം, കൗൺസിൽ അംഗങ്ങൾ, പുത്രികാ സംഘടനകൾ ഈ മാധ്യമത്തിലേക്ക് കടന്നു വന്ന ഇന്ത്യയിൽ നിന്നും, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിൽ നിന്നുള്ളവരുണ്ട്, നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരുണ്ട്, കാനഡയിൽ നിന്നുള്ളവരുണ്ട്, അമേരിക്കയിൽ നിന്നുള്ളവരുണ്ട്, UK-യിൽ നിന്ന്, ഇങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് ഈ നാം വസിക്കുന്ന ഓസ്ട്രേലിയക്ക് വെളിയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന മാന്യ ദൈവദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ഈ ദേശത്ത് വസിക്കുന്ന എല്ലാ ബഹുമാന്യ ദൈവദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കട്ടെ. നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് അനുഗ്രഹവും സന്തോഷവുമാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു. IPC ഓസ്ട്രേലിയ റീജിയന്റെ പ്രവർത്തനത്തെ ഇത്രത്തോളവും അനുഗ്രഹിച്ച സർവകൃപാലുവാകുന്ന ദൈവത്തിന് ഒരിക്കൽ കൂടെ മഹത്വം അർപ്പിക്കട്ടെ. സ്വാതന്ത്ര്യം മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അടിമത്തത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന്, ചങ്ങലയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തോടുകൂടെ മനുഷ്യൻ ജീവിക്കണമെന്ന് മനുഷ്യന് ജന്മസിദ്ധമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ലോക ചരിത്രം എടുത്തു നോക്കുന്ന സമയത്ത് അടിമത്തത്തിൽ മനുഷ്യൻ ആയതായി കാണുവാനായിട്ട് കഴിയും. അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിപ്പാനായി കാലാകാലങ്ങളിലായി ലോകത്തിൽ വ്യത്യസ്തമായ മണ്ഡലങ്ങളിൽ ലോക നേതാക്കന്മാർ മുന്നോട്ട് വന്നതായി ലോക ചരിത്രം നമ്മോട് എടുത്ത് കാട്ടുന്നുണ്ട്. ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും അവരുടെ പേരുകൾ മായ്ച്ചു കളവാൻ കഴിയാത്ത രീതിയിൽ മാനവജാതിക്ക് വലുതായ സംഭാവനകൾ നൽകിയ ചരിത്ര പുരുഷന്മാർ നമ്മുടെ മുന്നിലുണ്ട്. ദൈവത്തിന്റെ തിരുവചനം നാം വായിക്കുന്ന സമയത്ത്, പുറപ്പാട് പുസ്തകത്തിലേക്ക് ചെല്ലുന്ന സമയം, ദൈവത്തിന്റെ ദാസനാകുന്ന മോശ അടിമത്തത്തിലായതായ ഒരു ജനതയെ വിടുവിപ്പാൻ,
അവർ അടിമകളായിരുന്നില്ല എന്ന അടിമത്തത്തിലായതായ ഞാൻ പ്രസക്തമായ ഒരു പദമാണ് നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. അടിമത്തത്തിൽ ആയതായ ഒരു കൂട്ടം ജനതയെ വിടുവിപ്പാൻ സ്വർഗസ്നാകുന്ന ദൈവം അവരുടെ കഷ്ടതയെ കണ്ടു അവരുടെ നിലവിളി കേട്ടു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിടുതലിന് ഒരാളെ ദൈവം നിശ്ചയിച്ചുകൊണ്ട് തന്റെ ദാസനാകുന്ന മോശയെ അവരുടെ നായകനായി അവിടെ അയച്ചു. എന്നാൽ നാം തുടർന്ന് വായിക്കുമ്പോൾ ആ അടിമത്തത്തിൽ നിന്ന് ജനത്തെ വിടുവിപ്പാൻ ദൈവം ഒരുക്കിയതായ ഒരു നിഴലായ ഒരു സംഭവമായിരുന്നു പെസഹ കുഞ്ഞാടിന്റെ ആ നിണം എന്നുള്ളത്. കട്ടളപ്പടിമേലും കുറിമ്പടിമേലും രക്തത്തിന്റെ നിണം തളിച്ചത് മുഖാന്തരം സംഹാരദൂതനകത്ത് കടക്കുവാൻ കഴിയാതെ സംരക്ഷണയിലായിരുന്നതായ ദൈവത്തിന്റെ ജനം, ദൈവം അവർക്ക് വാഗ്ദത്തം നൽകിയ വാഗ്ദത്ത ഭൂമിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിനെ കാക്ഷിച്ചുകൊണ്ട് അവർ പുറപ്പെട്ടു പോയതായി കാണുവാനായിട്ട് കഴിയും. ശ്രദ്ധേയമായിരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഞാൻ ഓർപ്പിക്കുന്നു, സ്വാതന്ത്ര്യത്തിന് ഒരു വില കൊടുക്കേണ്ടത് ആവശ്യമാണ്. സ്വാതന്ത്ര്യം അത് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതല്ല, അതിന് ഒരു പ്രായശ്ചിത്തം അഥവാ ഒരു പ്രൈസ് പേ ചെയ്യേണ്ടത് ആവശ്യമാണ്. വിടുവിക്കപ്പെട്ടതായ ദൈവത്തിന്റെ ജനം അവർ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രതികൂലമാകുന്ന ചെങ്കടൽ അവർക്കുണ്ട്. ഈ ചെങ്കടൽ വരെയും സ്വാതന്ത്ര്യം പ്രാപിച്ചതായ ജനത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം അവരുടെ ജീവിതത്തിൽ അവര് അനുഭവിച്ചു എന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല. കാരണം ഫറവോനും സൈന്യവും അവരെ പിന്തുടരുന്നതിനെ കുറിച്ചുള്ള ഭീതി അവർ പുറകോട്ട് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തെ അലയ്ക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ഇതാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്തൃദാസൻ ഓർപ്പിച്ചതായ കാര്യം. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കുമ്പോൾ ആ സ്വാതന്ത്ര്യം, that freedom, that salvation is indeed, അത് പൂർണ്ണതയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. ആ ജനം ചെങ്കടൽ കൂടെ ഇറങ്ങി അക്കരെ കടന്നതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ സ്വാതന്ത്ര്യം പൂർണ്ണമായി അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചത് കാണുവാനായിട്ട് കഴിയും. എന്താണ് കാരണം? അവരെ പിന്തുടർന്നതായ ശത്രു ഫറവോനും സൈന്യവും ഇനി ഒരിക്കലും അവരെ പിന്തുടരുവാൻ കഴിയാതെ വണ്ണം ചെങ്കടലിൽ അവർ മുങ്ങിപ്പോയി എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ സ്വാതന്ത്ര്യം, we have to position ourselves in the freedom of God. ദൈവിക സ്വാതന്ത്ര്യത്തിൽ നാം നമ്മെ കൊണ്ട് പൊസിഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ അടിമകളെന്നുള്ളതായ അവസ്ഥയിൽ നിന്ന് മക്കളെന്നുള്ള പദവിയിലേക്ക് ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ രാവിലെ സമയം എന്നെ കേൾക്കുന്ന എല്ലാ ദൈവദാസന്മാരോടും ദൈവമക്കളോടും എനിക്ക് ഓർപ്പിപ്പാനായിട്ടുള്ളത്, കാലത്തിന്റെ സമ്പൂർണതയിൽ എന്റെ പ്രിയ സഹോദരൻ മാന്യ കർത്തൃദാസൻ ഓർപ്പിച്ചുവല്ലോ. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അതിലേക്കൂടെ പെട്ടെന്ന് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാലത്തിന്റെ സമ്പൂർണതയിൽ സ്വർഗ മഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു ജനതയ്ക്കല്ല, ഒരു വിഭാഗം ആളുകൾക്കല്ല, ഒരു രാജ്യത്തിനല്ല, സർവഭൂമിക്കും സ്വാതന്ത്ര്യം നൽകുവാൻ തക്കവണ്ണം അടിമ നുഖത്തിൽ സാത്താന്യ ബന്ധനത്തിൽ പിടിക്കപ്പെട്ടിരുന്നവരായിരുന്നു നമ്മെ. പൂർണ്ണമായ സ്വാതന്ത്ര്യം, പൂർണ്ണ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുവാനായി സ്വർഗ മഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവൻ കൊടുത്തതായ വില എന്ന് പറയുന്നത് നിഴലായ ആട്ടിൻകുട്ടിയുടെ രക്തമല്ല, പിന്നെയോ തന്റെ ജീവനെ നൽകിക്കൊണ്ട്, തന്റെ രക്തത്തെ നൽകിക്കൊണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യം മാനവജാതിക്ക് വിളംബരം ചെയ്യുകയുണ്ടായി. അങ്ങനെയെങ്കിൽ നാം ഇന്ന് വന്നിരിക്കുന്ന അടിമകൾ എന്നുള്ള ഒരു നിലയിലല്ല, പിന്നെയോ മക്കൾ എന്നുള്ള നിലയിലാണ് ദൈവത്തെ ആരാധിക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്നത്. ഈ ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ ആരാധന ഹൃദയത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഉയർത്തുവാനായിട്ട് കഴിയും. ഈ പദവിയിലേക്ക് നമ്മെ കൊണ്ടുവന്ന ദൈവത്തിന്റെ കരുണയെ ഓർക്കുമ്പോൾ അടങ്ങിയിരിക്കാനായിട്ട് കഴിയല്ല, പിന്നെയോ വായെ തുറന്നുകൊണ്ട് ഒരു കാലത്ത് സാത്താന്യ ബന്ധനത്തിൽ ഞാനായിരുന്നു, അടിമ മുഖത്തിന് കീഴിൽ ഞാനായിരുന്നു,
എന്റെ കാലുകളിൽ ചങ്ങലയുണ്ടായിരുന്നു, കൈകളിൽ തോളിൽ ചുമടുകൾ ഉണ്ടായിരുന്നു, കൈകൾ ബന്ധനത്തിലായിരുന്നു. വിടുതലിനായി ഞാൻ കാക്ഷിച്ചുകൊണ്ട് നിലവിളിച്ച ദിവസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ എന്നെ രക്ഷിപ്പാനായി സ്വർഗമഹിമയുടെ വെളിഞ്ഞിറങ്ങി വന്ന ദൈവത്തിന്റെ പുത്രന്റെ വിടുതലിന്റേതായ സന്ദേശത്തെ കേൾപ്പാനുള്ള ഭാഗ്യം എന്റെ ജീവിതത്തിൽ ദൈവം നൽകി എന്നുള്ളത് ഓർക്കുമ്പോൾ അടങ്ങിയിരിക്കാനായിട്ട് കഴിയുകയില്ല. സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവജനം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും. നാം കടന്നു വന്നതായ ഇന്ത്യ മഹാരാജ്യം 74ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഇതിന് വില കൊടുത്ത അനേകരുണ്ട്, രക്തം ചൊരിഞ്ഞ അനേകരുണ്ട്, അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച അനേകരുണ്ട്. എന്നാൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന സ്വാതന്ത്ര്യം അത് പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിക്കുന്നു, അത് പൂർണ്ണമായി we had to position ourselves in the kingdom of God. ദൈവികമായ പദ്ധതിയിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യഹൂദന്മാർ അവർ ദൈവമക്കളായി വന്നതായ ഒരു കൂട്ടം ആളുകളോട് സംസാരിക്കുമ്പോൾ പൂർണ്ണമായ സ്വാതന്ത്ര്യം യേശുവിനെ അറിയുന്നത് മുഖാന്തരമാണ്, അവന്റെ വചനം അറിയുന്നത് മുഖാന്തരമാണ്. അവന്റെ വചനത്തിനനുസൃതമായി നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുത്തി കൊണ്ടുപോകുന്നതിനോടുള്ള ബന്ധത്തിലാണ് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായി ഒരു മനുഷ്യന് അറിയുവാനായിട്ട് കഴിയുന്നത് എന്ന് പറയുന്നു. ഇതാണ് ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നത്. എന്താണത്? ആ സ്വാതന്ത്ര്യം നമുക്ക് ലഭ്യമായിട്ടുണ്ടെങ്കിൽ അടിമനുഖത്തിൽ വീണ്ടും നാം ഒരിക്കലും കുടുങ്ങിപ്പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ജീവിതത്തിന് വേണ്ടി, ഒരു പുതിയ അനുഭവത്തിന് വേണ്ടി, ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി, ഒരു പുതിയ ഡെസ്റ്റിനിക്ക് വേണ്ടി, ഒരു പുതിയ രാജ്യത്തിന് വേണ്ടി നമ്മെ ഒരുക്കുവാൻ സർവശക്തനാകുന്ന ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഈ മാസയുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ മാസയോഗം ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യക്കും, അതേപോലെ നാം വസിക്കുന്ന ഈ ദേശത്തിനും, ലോകത്തിൽ മാനവജാതിക്ക് മുഴുവനും അനുഗ്രഹമായി തീരുവാൻ സർവശക്തനാകുന്ന ദൈവം ഇടയാക്കുമാറാകട്ടെ. ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും മാന്യരായ സഹോദരി സഹോദരന്മാർക്കും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്വാഗതം അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന കർത്താവിൽ പ്രസിദ്ധനാകുന്ന പാസ്റ്റർ സാം ജോർജ് അവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ രാവിലത്തെ സമയത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കോണം ദൈവകരങ്ങള് നമ്മെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാം. നാം ഇന്ന് ഈ സൂം മീറ്റിംഗിൽ കടന്നു വന്നതിനുള്ള വരവിനെയോ ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ അവകാശമാക്കിക്കൊണ്ട് അടിമനുഖത്തിന് കീഴിൽ ഒരിക്കലും കുടുങ്ങാതെ വണ്ണം കൃപയിൽ വർദ്ധിച്ചു വന്ന് പുതിയ ലക്ഷ്യത്തിലേക്ക്, പുതിയ കാഴ്ചപ്പാടോട് സ്വർഗീയ പിതാവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കോണം നമ്മെ തന്നെ ദൈവങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സൂം മീറ്റിംഗിൽ കൂടെ ദൈവസന്നിധിയിൽ IPC ഓസ്ട്രേലിയ റീജന്റെ ആദ്യത്തെ മാസയോഗമായി കടന്നുവരുന്ന കൃപ കർത്താവ് നൽകിയത് ഓർത്തുന്നതോട് സ്തോത്രം. കർത്താവെ, ഈ മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് ദൈവവചന ശുശ്രൂഷ മുഖാന്തരം, ഞങ്ങളുടെ ആരാധന മുഖാന്തരം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ അടിമനുഖത്തിന് കീഴിൽ നിന്ന് ഞങ്ങൾ പൂർണ്ണമായി ഒരു പൊസിഷണൽ ഫ്രീഡം ഞങ്ങൾക്കുണ്ടായി എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ ആരാധിപ്പനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകീഴ് ഞങ്ങളെ പൊതിയണമേ, നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനത്തിൽ കൂടെ സംസാരിക്കുമ്പോൾ ദൈവകൃപയോടുകൂടെ കർത്താവേ പുതിയ അനോയിന്റിങ്ങോടുകൂടെ സംസാരിക്കാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ IPC ഓസ്ട്രേലിയ റീജിയന്റെ ആദ്യത്തെ മാസയോഗം ഉദ്ഘാടനം ചെയ്യുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise God. I will hand over the mic back to the chair. Thank you. God bless you. കർത്താവിന്റെ ദാസനിൽ കൂടെ അല്പസമയത്തിനുള്ളിൽ നമുക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ തന്നെ അനുഗ്രഹീതമായ ഒരു ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയല്ലോ. 81-ാം സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഞാൻ അവന്റെ തോളിൽ നിന്ന് ചുമട് നീക്കി അവന്റെ കൈകൾ കോട്ട വിട്ട് ഒഴിഞ്ഞു എന്ന് സങ്കീർത്തനക്കാരൻ അവിടെ പറയുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ തോളിൽ നിന്ന് ചുമട് നീക്കിയതായ, നമ്മുടെ കഷ്ടകാലത്ത് നമ്മെ സഹായിച്ച, നമുക്ക് സ്വാതന്ത്ര്യം എന്ന കർത്താവിന്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ ആരാധനയുടെ ഭാഗമായി
ഒരു സങ്കീർത്തനം വായിച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. അതിനായി IPCയുടെ ഓസ്ട്രേലിയ റീജിയൻ ജോയിന്റ് സെക്രട്ടറി മുൻപോട്ട് കടന്നു വരുന്നതായി. ആമേൻ. സ്തോത്രം, സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് 34-ാം സങ്കീർത്തനം വായിക്കാം. Psalms 34. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒരുമിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവനിൽ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവിൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിക്കുകയും ചെയ്യുന്നവൻ ആർ? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പായിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. അനുഗ്രഹിക്കപ്പെട്ട നല്ല സങ്കീർത്തനത്തെ ഓർത്ത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവനിൽ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവനിൽ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഈ നല്ല കർത്താവിനെ രുചിച്ചറിയുവാൻ, അവന്റെ മക്കളായി തീരുവാൻ, അവനെ രക്ഷകനും കർത്താവുമായി ജീവിതത്തിൽ സ്വീകരിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അവൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്നില്ല ഏറ്റവും വലിയ ഭാഗ്യ പദവി എന്നുള്ളത് സർവശക്തനായ ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയാണല്ലോ. ആമേൻ. കൃപയാൽ കർത്താവിന്റെ വചനം കേട്ടപ്പോൾ, സുവിശേഷം കേട്ടപ്പോൾ അത് കേട്ട് വിശ്വസിക്കുവാനും യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാനും തക്കവണ്ണം കർത്താവ് നമുക്ക് കൃപ തന്നല്ലോ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടി എല്ലാവരും കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് ആരാധനയ്ക്കായി സിഡ്നി പെന്റക്കോസ്റ്റൽ ചർച്ചിന്റെ കൊയർ ആരാധന ലീഡ് ചെയ്യുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പാൽക്കാരനായ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഒരിക്കൽ നല്ല സാവകാശ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ കടന്നു വരുവാൻ ദൈവം ഒഴുകി വഴികൾക്കായ ദൈവത്തെ സ്തോത്രം. അല്പസമയം നമ്മൾ കർത്താവിനെ പാടി ആരാധിക്കാൻ കടന്നു പോകണം. കഴിയുമെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ക്യാമറ ഒന്ന് ഓൺ ചെയ്താൽ നന്നായിരിക്കും. ആയിരിക്കുന്ന ഇടങ്ങളിൽ നാം പാടുമ്പോൾ എല്ലാവരും ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നാം ഇന്ന് പകൽക്കാലം കേട്ടു, നമ്മളെ വീണ്ടെടുത്ത, നമുക്ക് സ്വാതന്ത്ര്യം നൽകിയ ഒരു കർത്താവിനെ കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. പാപത്തിൻ്റെ അന്ധകാരത്തിൽ നമ്മളെ വീണ്ടെടുത്ത കർത്താവിനെ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിച്ചവർക്കാർക്കും മൗനമായിരിക്കാൻ കഴിയില്ല. ഇന്ന് പകൽ അധരങ്ങളെ തുറന്ന് നമ്മുടെ കർത്താവിനെ നാം സ്തുതിക്കാൻ പോവുകയാണ്. നമുക്ക് ഉയർത്താൻ പറ്റുന്ന ഏക നാമം യേശുവിൻ്റെ നാമം മാത്രമാണ്. ദൈവവചനം ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകലത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇന്ന് പകൽ ആ നാമത്തെ നമുക്കൊന്ന് ഉയർത്താം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തെ ഉയർത്താൻ പോവുകയാണ്. കരങ്ങളെ അടിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവ് നമുക്ക് സ്തുതിക്കാം. ആരും മൗനമായിരിക്കുന്നത് ചേർന്ന് പാടി നമ്മുടെ കർത്താവ് നമുക്ക് സ്തുതിക്കാം. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. ഹല്ലേലൂയ. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പ
ഇമ്പനാമം യേശുവിൻ നാമം മധുരിമനാമം ഇടയില്ല നാമം ഇമ്പനാമം. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ അടിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം. പാപത്തിൽ ഭാരം ശാപവും നീക്കും പരമസന്തോഷം ഏകിടും നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും പരമസന്തോഷം ഏകിടും നാമം. യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം. വാനിലും ഭൂവിലും മേലായ നാമം വാനാദിവാനവനേശുവിൻ നാമം. വാനിലും ഭൂവിലും മേലായ നാമം വാനാദിവാനവനേശുവിൻ നാമം. യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം. മുഴങ്കാലുകളെല്ലാം മടങ്ങിടും നാമം ഏവരും ഒരുപോൽ വണങ്ങിടും നാമം. മുഴങ്കാലുകളെല്ലാം മടങ്ങിടും നാമം ഏവരും ഒരുപോൽ വണങ്ങിടും നാമം. യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം. എത്ര മഹാത്ഭുതമേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. എത്ര മഹാത്ഭുതമേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം. ഓ യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പ. എത്ര മഹാത്ഭുതം എത്ര മഹാത്ഭുതമേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. എത്ര മഹാത്ഭുതമേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം. ഓ യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം. ഓ അത്യുന്നതനാം ദൈവത്തിൻ മറവിൽ സർവശക്തൻ നിഴലിൻ കീഴിൽ കോട്ടയായവൻ സങ്കേതമായവൻ തൻ സന്നിധിയിൽ വസിക്കുന്നു ഞാൻ. അത്യുന്നതനാം ദൈവത്തിൻ മറവിൽ സർവശക്തൻ നിഴലിൻ കീഴിൽ കോട്ടയായവൻ സങ്കേതമായവൻ തൻ സന്നിധിയിൽ വസിക്കുന്നു ഞാൻ ആശ്രയിക്കും പാറ എൻ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും കർത്തൻ എന്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീര്യഭുജമുള്ളോ കൈപിടിച്ചു നയിക്കും എന്നെ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീര്യഭുജമുള്ളോ കൈപിടിച്ചു നയിക്കും എന്നെ.
പാപമൃത്യു ശാപഘോര പീഡയാ മനമുരുകും മധ്യസ്നേഹിത. അധ്വാനിക്കുന്നോർ ഭാരം വഹിപ്പോർ യേശുവിന്റെ പാത ചേരുക. പാപമൃത്യു ശാപഘോര പീഡയാ മനമുരുകും മധ്യസ്നേഹിത. അധ്വാനിക്കുന്നോർ ഭാരം വഹിപ്പോർ യേശുവിന്റെ പാത ചേരുക. ഞാൻ ആശ്രയിക്കും പാറ എൻ രക്ഷയിൻ വെളിച്ചം, ഞാൻ ആരെ പേടിക്കും, കർത്തൻ എന്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരഭുജമുള്ളോൻ, കൈപിടിച്ചു നയിക്കുന്നെന്നെ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരഭുജമുള്ളോൻ, കൈപിടിച്ചു നയിക്കുന്നെന്നെ. യുദ്ധം ശമരോഗ വിപ്ലവാദികൾ ഭൂലോകത്തെ നടുക്കിടുന്നു. വില്ലൊടിക്കുവാൻ വ്യാധി നീക്കുവാൻ ജയം വരിച്ചേശു വരുന്നു. യുദ്ധം ശമരോഗ വിപ്ലവാദികൾ ഭൂലോകത്തെ നടുക്കിടുന്നു. വില്ലൊടിക്കുവാൻ വ്യാധി നീക്കുവാൻ ജയം വരിച്ചേശു വരുന്നു. ഞാൻ ആശ്രയിക്കും പാറ എൻ രക്ഷയിൻ വെളിച്ചം, ഞാൻ ആരെ പേടിക്കും, കർത്തൻ എന്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരഭുജമുള്ളോൻ, കൈപിടിച്ചു നയിക്കുന്നെന്നെ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരഭുജമുള്ളോൻ, കൈപിടിച്ചു നയിക്കുന്നെന്നെ. രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനേ. സത്യവഴിയും വാതിലുമായ യേശുനാഥൻ പാദം ചുംബിക്കാൻ. രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനേ. സത്യവഴിയും വാതിലുമായ യേശുനാഥൻ പാദം ചുംബിക്കാൻ. ഞാൻ ആശ്രയിക്കും പാറ എൻ രക്ഷയിൻ വെളിച്ചം, ഞാൻ ആരെ പേടിക്കും, കർത്തൻ എന്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരഭുജമുള്ളോൻ, കൈപിടിച്ചു നയിക്കുന്നെന്നെ. ഞാൻ ആശ്രയിക്കും പാറ എൻ രക്ഷയിൻ വെളിച്ചം, ഞാൻ ആരെ പേടിക്കും, കർത്തൻ എന്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരഭുജമുള്ളോൻ, കൈപിടിച്ചു നയിക്കുന്നെന്നെ. യുദ്ധം ശമരോഗ വിപ്ലവാദികൾ ഭൂലോകത്തെ നടുക്കിടുന്നു. വില്ലൊടിക്കുവാൻ വ്യാധി നീക്കുവാൻ ജയം വരിച്ചേശു വരുന്നു. യുദ്ധം ശമരോഗ വിപ്ലവാദികൾ ഭൂലോകത്തെ നടുക്കിടുന്നു. വില്ലൊടിക്കുവാൻ വ്യാധി നീക്കുവാൻ ജയം വരിച്ചേശു വരുന്നു. ഞാൻ ആശ്രയിക്കും പാറ എൻ രക്ഷയിൻ വെളിച്ചം, ഞാൻ ആരെ പേടിക്കും, കർത്തൻ എന്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരഭുജമുള്ളോൻ, കൈപിടിച്ചു നയിക്കുന്നെന്നെ. ഞാൻ ആശ്രയിക്കും പാറ എൻ രക്ഷയിൻ വെളിച്ചം, ഞാൻ ആരെ പേടിക്കും, ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരഭുജമുള്ളോൻ, കൈപിടിച്ചു നയിക്കുന്നെന്നെ. രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനേ. സത്യവഴിയും വാതിലുമായ യേശുനാഥൻ പാദം ചുംബിക്കാൻ. രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനേ. സത്യവഴിയും വാതിലുമായ യേശുനാഥൻ പാദം ചുംബിക്കാൻ. ഞാൻ ആശ്രയിക്കും പാറ എൻ രക്ഷയിൻ വെളിച്ചം, ഞാൻ ആരെ പേടിക്കും, കർത്തൻ എന്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരഭുജമുള്ളോൻ,
കൈപിടിച്ചു നയിക്കും തന്നെ. ഞാൻ ആശ്രയിക്കും പാറ, എൻ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും, കർത്തൻ എന്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു, വീരഭുജമുള്ളോർ, കൈപിടിച്ചു നയിക്കും തന്നെ. ഞാൻ ആശ്രയിക്കും പാറ, എൻ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും, കർത്തൻ എന്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു, വീരഭുജമുള്ളോർ, കൈപിടിച്ചു നയിക്കും തന്നെ. ഞാൻ ആശ്രയിക്കും പാറ, എൻ രക്ഷയിൻ വെളിച്ചം. പേടിക്കും, കർത്തൻ എന്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു, വീരഭുജമുള്ളോർ, കൈപിടിച്ചു നയിക്കും തന്നെ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു, വീരഭുജമുള്ളോർ, കൈപിടിച്ചു നയിക്കും തന്നെ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു, വീരഭുജമുള്ളോർ, കൈപിടിച്ചു നയിക്കും തന്നെ. Praise you, Jesus. Hallelujah. We worship you this morning, Father. We give you the glory and the honor and praise, Jesus. We worship you, God. Father, because you live, there is nothing that we need to worry about, God. Because your presence guides us this morning, Father. We celebrate your goodness, God. And we praise you, Jesus. Come on, can we all lift our hands this morning? If you think about the ways that God has led you through this season of life in 2020, the last 8 months, there must have been things that affected your life with uncertainty. But because He lives, we can face tomorrow. Because He lives, the virus is not going to stop us. Because He lives, your future is secure in the hands of God. Come on, let's just sing that chorus. Because He lives, I can face tomorrow. Because He lives, all fear is gone. Because I know, yes I know, He holds my future. And life is worth the living just because He lives. Because He lives, I can face tomorrow. Because He lives, all fear is gone. Because I know, yes I know, He holds my future. And life is worth the living just because He lives. Let's all close our eyes in this moment. Let's think about the goodness of God. And let's declare that, Jesus, you are the biggest thing in my life that I'm going to rely on. And I put my hope and my trust and my confidence in you, Father, because you live. And there's nothing too big for you, God. Tan vargaya ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത എത്ര ധന്യമേയിലോ ജീവിതം ഒരിക്കൽ കൂടി താൻ വാഴുകയാ ആകുല. Can we all put our hands up in the air? Everybody put your hands up. Yes, Jesus. Yes, Father. Yes, Lord. Hallelujah. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത എത്ര ധന്യമേ ലോകജീവിതം. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത എത്ര ധന്യമേ ലോകജീവിതം. Praise you, Jesus. Hallelujah. Praise you, Father. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ.
അനുഗ്രഹീതമായ ആരാധനയിൽ പങ്കുകൊള്ളുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. പ്രിയപ്പെട്ടവരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മുടെ വചന ശുശ്രൂഷയിലേക്ക് കടക്കുകയും ആമേൻ ഹല്ലേലൂയ അതിനു മുൻപായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആരാധനയുടെ അനുഗ്രഹത്തിനായിട്ടും വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കേരളത്തിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഉള്ളതായ കോവിഡിന്റെ പ്രയാസത്തിൽ നിന്നും മഹാമാരിയിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിപ്പാനായി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന സമയത്ത് ആമേൻ എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ സുനിൽ പണിക്കർ അവരുകൾ പ്രാർത്ഥിച്ച് തുടർന്നുള്ളതായ ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. കർത്താവിന്റെ ദാസൻ സാം ജോർജ് പാസ്റ്റനെ ഓർത്ത് നമുക്ക് വിശേഷാൽ പ്രാർത്ഥിക്കാം. അനുഗ്രഹീതമായ ദൈവവചനം നമുക്ക് നൽകി തരേണ്ടതിനായും ആത്മാവിൽ സന്തോഷിപ്പാനും തക്കവണ്ണം ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു പുതിയ ഉണർവുണ്ടാകേണ്ടതിനായും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. കർത്താവിന്റെ ദാസനെയും ഓർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കും. മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്താട്ടെ. സുനിൽ പണിക്കർ പാസ്റ്റർ മ്യൂട്ടാണ് ഇപ്പോഴും. ഇപ്പോ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഓർത്തടികൾ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവമേ ഹല്ലേലൂയ. ഈ പ്രഭാതമാവുന്ന സമയത്ത് ദൈവമേ അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാനും അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗം അവിടുന്ന് അടിയങ്ങളെ സഹായിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ലോകത്തിന്റെ നാനാഭാഗത്തായിരിക്കുന്ന ഹല്ലേലൂയ ദൈവമക്കളാകുന്ന അടിയങ്ങൾക്ക് ദൈവമേ അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സ്വർഗ്ഗം വഴികളും വാതിലും അവിടുന്ന് തുറന്നല്ലോ. ഹല്ലേലൂയ. IPC ഓസ്ട്രേലിയ റീജിയന്റെ ബന്ധത്തിൽ ദൈവമേ ഹല്ലേലൂയ അടിയങ്ങൾ ആയിരിക്കുമ്പോൾ ദൈവമേ അടിയങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തിൽ മേലും കഴിഞ്ഞ കാലങ്ങളിൽ അടിയങ്ങളെ അനുഗ്രഹിച്ച ദൈവമേ ഇന്നും വാസ്തവമായി അവിടെ നിങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമേ അടിയങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രത്യാശ ഉണ്ടാകുവാൻ, അടിയങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉണർവുണ്ടാകുവാൻ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടിമത്തത്തിൽ നിന്ന് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമേ സ്വാതന്ത്ര്യത്തിലേക്ക് അടിയങ്ങളെ ക്രിസ്തു നടത്തി എന്നുള്ള ആ ഒരു ബോധ്യം തിരുവചനത്തിൽ നിന്ന് അടിയങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുപ്പാണ്ട കോണം സ്വർഗ്ഗം അവിടെ നിങ്ങൾ ഇടയാക്കുമാറാകണമേ എന്ന് അടിയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ദൈവമേ ഹല്ലേലൂയ ഈ മാരാമാരിയുടെ സമയത്ത് ദൈവമേ ഹല്ലേലൂയ ദൈവമേ അതിൽ മേലെല്ലാം അടിയങ്ങൾക്ക് ഒരു വിടുതൽ ഉണ്ടാകുവാൻ തക്കവണ്ണം സ്വർഗ്ഗം അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ. അനേകർ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും നെടുവീർപ്പിലും ഒക്കെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അടിയങ്ങൾക്ക് ആശ്വാസം തന്ന അടിയങ്ങളെ വഴി നടത്തുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ദൈവമേ ഹല്ലേലൂയ ഇന്ന് തിരുവചന ശുശ്രൂഷ ചെയ്യുന്ന ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ പാസ്റ്റർ സാം ജോർജിനായ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ക്രൂശിന്റെ മറവിൽ നിന്ന് വചനം ഘോഷിക്കുവാൻ തക്കോണം അഭിഷിക്തനെ എടുത്ത് അവിടുന്ന് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അടിയങ്ങൾ കേൾക്കുന്ന എല്ലാ വചനങ്ങളും ദൈവമേ ഹല്ലേലൂയ അടിയങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അത് പ്രകാരം അടിയങ്ങളുടെ ജീവിതം ക്രമീകരിപ്പാൻ തക്കോണം സ്വർഗ്ഗം അവിടെ നിങ്ങൾ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ. ഇത്രത്തോളം അടിയങ്ങളെ സഹായിച്ചല്ലോ, ഇത്രത്തോളം അടിയങ്ങളെ നടത്തിയല്ലോ, ഇത്രത്തോളം അടിയങ്ങളെ മാനിച്ചല്ലോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമേ ഇന്ന് ദൈവവചനം കേട്ട് ഹൃദയത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചവരായ അടിയങ്ങൾ തീരുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം അടിയങ്ങളെ ഇടയാക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മാനവും മഹത്വവും തമ്പുരാൻ എടുത്താട്ടെ. യേശുവിന്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. നാം തുടർന്ന് ദൈവവചന കേൾവിക്കായി നമുക്ക് ഒരുങ്ങാം. കർത്താവിന്റെ ദാസൻ സാം ജോർജ് പാസ്റ്റർ നമ്മുടെ മധ്യത്തിലുണ്ട്. IPC ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന അനുഗ്രഹീതനായ ദൈവദാസനാണ്. കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതായ കാര്യമൊന്നുമില്ല. നമുക്ക് ഏവർക്കും സുപരിചിതനായ ഒരു കർത്താവിന്റെ ദാസനാണ്. ഇപ്പോൾ ദൈവവചനത്തിന് കേൾവിക്കായി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ ദാസൻ ദൈവം സൂക്ഷിക്കും. Good morning and praise the Lord. It is indeed my privilege to be with you this morning as you are inaugurating and starting the first IPC monthly meeting of Australia region. I'm so glad to be with you this morning, and it is indeed my privilege and my pleasure to worship with you this morning. Good morning, Pastor Verghese Rooney, who is serving as the Vice President of Australia region, Pastor Elias John, Joint Secretary, Brother Jobin James, the Treasurer,
Pastor Sunil Panikar, Pastor Matthew, Pastor Biju, Pastor Freddie, and Evangelist Binny, Brother Tommy. Greetings to all of you this morning. And all the pastors and the saints of God who are worshiping the Lord and serving the Almighty God in the land of Australia for the propagation of the kingdom of God. I'm so glad to see our family friend, my brother, my friend, my co-worker in the Lord's vineyard, Pastor Verghese Mathai. I'm glad to see him this morning, early morning. It's about 5:15 a.m. in India, and he's with us this morning. I'm so glad to remind you this morning, he is a great man of God. He was used by God to organize the Sunday School of IPC Kerala State and IPC at large. We are working together in Kottarakara zone and Kerala State, and working together for the extension and the expansion of the kingdom of God. I'm glad to see Pastor Thomas Philip, who is doing his PhD in Sydney. I happened to have the opportunity to worship with him way back in New India Bible Seminary. I was an invited speaker for the Bible College graduates. In the Ravale, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് മഹത്വം. ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ ദൈവവചനത്തിനായി, ആരാധനയ്ക്കായി, പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവം തന്ന ഈ സമയത്തിനായി ദൈവത്തിന് മഹത്വം. As you know, your president is my brother, my elder brother, whom we love and respect, who is giving a great leadership for the furtherment and the development of the Australian region. My brother and his family, greetings this morning. I'm not going to talk about a theological, വേദശാസ്ത്രപരമായ ഒരു മെസ്സേജിനേക്കാൾ ഉപരിയായി പ്രാക്ടിക്കലായ ഒരു മെസ്സേജ് ഇന്ന് രാവിലെ ഷെയർ ചെയ്യുവാനായ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ആലോചന ഞാൻ പങ്കുവെക്കട്ടെ. അതിന് ആധാരമായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയിലും എല്ലാം നമ്മൾ ഓർക്കുന്ന ഒരു വേദഭാഗമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. Verse 9, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. God says, your ways are not my ways, neither your thoughts are my thoughts. Just like the heaven is above the sky, there is God's faithfulness, God's plans, and God's thoughts in our life. നമ്മുടെ എല്ലാ spiritual maturity എന്ന് പറയുന്നത്, one of the challenges in Christian worship and Christian life, Christian practical life, is reaching to a point where we completely trust in God. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഒരു വലിയ ചാലഞ്ചിൽ ഒന്നാണ് ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്ന, completely coming to the point where we completely trust the Lord. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഡിപ്രസ്ഡ് ആകുന്നത്, ഡിസപ്പോയിന്റഡ് ആകുന്നത്, നാം ഗിവ് അപ്പ് ചെയ്യുവാനൊക്കെ തോന്നും. നമ്മുടെ പ്ലാനുകൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയാതിരിക്കുമ്പോഴാണ് പല ആളുകളും ജീവൻ എടുക്കുന്നത്, സൂയിസൈഡ് ചെയ്യുന്നത്. ജീവിതത്തിൽ അവർ പ്ലാൻ ചെയ്ത പോലെ ലൈഫ് പോകാൻ കഴിയാതെ വരുമ്പോൾ അവർ ഡിപ്രസ്ഡ് ആയി പോകുന്നുണ്ട്, അവർ ഡിസപ്പോയിന്റഡ് ആയി പോകുന്നുണ്ട്. Why my plan is not coming to a fruit? Why my plan is not fulfilling? എന്തുകൊണ്ട് എൻ്റെ പ്ലാനുകൾ, എൻ്റെ പദ്ധതികൾ, എൻ്റെ ചിന്തകൾ നടപ്പിൽ വരുന്നില്ല എന്ന് തോന്നുമ്പോൾ, പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ ആത്മഹത്യയിലേക്ക് പോലും നീങ്ങാറുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ വചനം നമുക്ക് വരുന്നൊരു ദൂതുണ്ട്. മനുഷ്യന് പ്ലാനുണ്ട്, മനുഷ്യന് വഴികളുണ്ട്.
ഇന്ന് ദൈവത്തിന് അതിനപ്പുറമായി ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്ലാൻ ഉണ്ട്, ഒരു വഴിയുണ്ട്. നാം എല്ലാവരും ചിന്തിക്കുന്നവരാണ്, ജീവിതത്തിൽ പ്ലാൻ ചെയ്യുന്നവരാണ്. നമ്മുടെ എല്ലാം ജീവിതം, പ്രത്യേകിച്ചും people who are living abroad have a scheduled and planned life. പദ്ധതിയിട്ടുകൊണ്ടുള്ള ജീവിതമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇൻകം നമ്മൾ നോക്കും. ഹസ്ബൻഡ് എത്ര ഡോളർ വരുമാനമുണ്ട്, വൈഫിന് എത്ര ഡോളർ വരുമാനമുണ്ട്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് പ്ലാൻഡ് ആയ ലൈഫ് ആയിരിക്കുന്നു. കിട്ടുമോ മോർഗേജ് ഇത്ര അടയ്ക്കണം, വണ്ടിയുടെ പേയ്മെന്റ് ഇത്ര അടയ്ക്കണം, ഇൻഷുറൻസ് അടയ്ക്കണം, ടാക്സ് അടയ്ക്കണം, ഈ കാര്യങ്ങൾ യൂട്ടിലിറ്റിയുടെ ബില്ലടക്കം എല്ലാം പ്ലാൻ ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ പ്ലാനുകളൊക്കെ അസ്ഥാനത്താകുന്നതാണ്. Most of the time, or at least some of the time, our plans will come to a point of failure. അപ്പോഴാണ് മനുഷ്യന് ദൈവത്തിന്റെ പ്രതീക്ഷകൾ കുറയുന്നതും, ദൈവത്തിന്റെ വിശ്വാസം കുറയുകയും, ദൈവത്തിന്റെ ആശ്രയം കുറയുകയും ചെയ്തുകൊണ്ട് people are backing off, people are backsliding, people are detouring from the plans of God. എന്നാൽ ഇന്ന് രാവിലെ നമുക്കൊരു പ്രത്യാശയുണ്ട്, നമുക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്ലാൻ ഉണ്ട്, ആ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പദ്ധതിയുണ്ട്. മനുഷ്യന്റെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ പരാജയപ്പെടുമ്പോഴും, when our plans and thoughts are coming to a point of failure, when we want to give up, but there is a God leading us to the point where he wants us to go. Hallelujah. ഇന്ന് രാവിലെ നമ്മുടെ എല്ലാം ധൈര്യവതായിരിക്കണം. ജീവിതത്തിൽ പ്രതീക്ഷകളും പ്ലാനുകളും ഒക്കെ തകരുമ്പോഴും, പ്ലാനുകളൊക്കെ അസ്ഥാനത്താകുമ്പോഴും നമ്മെ കാണുകയും അറിയുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. BC before Christ 598 587 ഇടയിൽ ബാബിലോണിലേക്ക് ധാരാളം യഹൂദന്മാർ ഡീപ്പോർട്ട് ചെയ്യപ്പെട്ടു. അവർ കഴിവുള്ളവരും ടാലന്റഡ് ആയ, എഡ്യൂക്കേറ്റഡ് ആയ, വെൽ വേഴ്സ്ഡ് ആയ അനേകരെ ബാബിലോണിയൻ ക്യാപ്റ്റീവായി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. യെരൂശലേമിൽ നിന്നും അന്യനാട്ടിലേക്ക് പോയവർ അവർ ബാബിലോണിൽ ചെന്നു. അവിടെ താമസിച്ചു. കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയായി. എന്നാൽ അടുത്ത തലമുറ വന്നപ്പോൾ അവർക്ക് ഫ്രീഡം കിട്ടി, വെൽത്തായി. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ബാബിലോണിലായപ്പോൾ അവർക്ക് മടങ്ങിപ്പോകുവാൻ കഴിയാത്ത, താല്പര്യമില്ലാത്തൊരു സാഹചര്യം വന്നു. നിങ്ങളൊക്കെ ഓസ്ട്രേലിയയിൽ ആദ്യം പോയവർ ഇപ്പോഴുള്ളവരല്ല, കഷ്ടപ്പെട്ടവരുണ്ട്, ബുദ്ധിമുട്ടിയവരാണ്. ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും പട്ടിണി എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും വളരെ ബുദ്ധിമുട്ടും കൂടിയൊക്കെ കടന്നുപോയ സന്ദർഭമുണ്ട്. എന്നാൽ നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയപ്പോൾ they don't want to go back. ഞാൻ അമേരിക്കയിൽ ആദ്യം പോയപ്പോൾ 1986 എന്റെ ആഗ്രഹം ടിക്കറ്റിനുള്ള പൈസയും 1 ലക്ഷം രൂപയും ബാങ്കിലുണ്ടെങ്കിൽ ജീവിക്കാമെന്ന് പ്ലാൻ ചെയ്താണ് പോയത്. എന്നാൽ 1 ലക്ഷം കഴിഞ്ഞു, 10 ലക്ഷം കഴിഞ്ഞു, പണം കൂടുമ്പോൾ പണം വേണമെന്നുള്ള ആഗ്രഹം മനുഷ്യൻ സ്വാഭാവികമായി ഉണ്ടാകാം. എന്നാൽ അങ്ങനെയുള്ളവർ തലമുറകൾ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവരോട് തിരിച്ച് ഇന്ത്യയിലേക്ക് പോകാൻ പറഞ്ഞാൽ അവർ പോകുകയില്ല. കാരണം പണം, സ്വാതന്ത്ര്യം, അവരുടെ ലൈഫ്നെസ്, അവരുടെ ലൈഫ് സ്റ്റൈലൊന്നും അവരെ മടക്കി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുപോലെ ബാബിലോണിലേക്ക് പോയ യഹൂദന്മാർ ആദ്യ കാലങ്ങളിൽ അവർക്ക് മടങ്ങി പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എല്ലാം ഉണ്ടെങ്കിലും അവർക്ക് നഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്, അവരെ ആലയം അവർക്ക് നഷ്ടപ്പെട്ടു. യെരൂശലേമിൽ ആലയത്തിലേക്ക് വന്ന് ആരാധിക്കുന്ന അവരെ ആരാധകർക്ക് നഷ്ടപ്പെട്ടു. They lost the freedom of worship. They couldn't come to the temple of God and offer the sacrifice. യാഗങ്ങൾ അർപ്പിക്കുവാൻ, ദൈവത്തെ യാഗത്തിൽ കൂടി ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടപ്പോൾ they wanted to come back to Jerusalem. They were longing to come back to Jerusalem. യെരൂശലേമിലേക്ക് എന്ന് ഞങ്ങൾക്ക് മടങ്ങി പോകാം, എന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾക്ക് മടങ്ങി പോകാം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ വെമ്പുന്ന ജനം. എന്നാൽ അവരുടെ തലമുറകൾ വന്നപ്പോൾ, സ്വാതന്ത്ര്യം അനുഭവിച്ചപ്പോൾ, അത് മാത്രമല്ല ക്യാപ്റ്റിവിറ്റിയിലായിരിക്കുമ്പോൾ അടുത്ത തലമുറ വന്നപ്പോൾ അവർക്ക് രാജാവ് കൽപ്പന കൊടുത്തു, ട്രൈബലായി, നിങ്ങൾക്ക് ഗ്രൂപ്പായി കുടുംബങ്ങൾ ആരാധിക്കാം. ആരാധന ആദ്യം മാത്രമേ അവർക്ക് നഷ്ടപ്പെട്ടുള്ളൂ. അവർ നോക്കിയപ്പോൾ വെണ്ണീറായി കിടക്കുന്ന യെരൂശലേമിലേക്ക് എന്തിനു വേണ്ടി ഞങ്ങൾ പോകണം?
ഈ ഫെർട്ടൈൽ ലാൻഡിൽ നിന്നും, ഈ സമൃദ്ധമായ രാജ്യത്തിൽ നിന്നും, ഈ ഫലഭൂഷ്ണിയായ പച്ച പിടിച്ച രാജ്യത്തിൽ നിന്നും കൽക്കൂപ്പാരമുള്ള യെരൂശലേമിലേക്ക് ഞങ്ങൾ എങ്ങനെ മടങ്ങിപ്പോകും? They had a great challenge. How can we go back to a ruined city, a city full of ruins and stones and heap of stones? കൽക്കൂമ്പാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന രാജ്യത്തേക്ക് പോയാൽ ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കുവാൻ കഴിയും? How can we live? So they had a great challenge. Do we have to go back or do we have to stay here? And a choice came to their life. അവരിങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ പ്രവാചകൻ ആത്മാവിനെ വിളിച്ച് ദൂരവേ വരുവാൻ പോകുന്ന കാര്യങ്ങളോട് പറയുന്ന വേദഭാഗമാണ് നാം വായിച്ചത്. നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ. നിങ്ങളുടെ തലമുറയെ ആഗ്രഹിക്കുന്നു ഈ ക്യാപ്റ്റീവ് ലാൻഡിൽ, ഈ അന്യ രാജ്യത്ത് ഈ പ്രവാസികളായി നിങ്ങൾക്ക് ജീവിച്ച് സമൃദ്ധമായി ജീവിക്കണം നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ എന്റെ ജനമേ കേൾക്കുക, നിങ്ങളെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നതല്ല ഈ രാജ്യത്തെ പച്ചപിടിക്കുവാനോ ഈ രാജ്യത്തെ സമൃദ്ധി എൻജോയ് ചെയ്യുവാനോ നിങ്ങൾ വിളിക്കപ്പെട്ടവർ മടങ്ങി ആലയത്തിലേക്ക് വരിക, മടങ്ങി യാഗത്തിലേക്ക് വരിക, മടങ്ങി യാഗപീഠത്തിലേക്ക് വരിക എന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട പ്രവാചകൻ വിളിച്ചു പറയുന്നു. അടുത്ത തലമുറയിൽ വരുവാൻ പോകുന്ന കാര്യങ്ങൾ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ മക്കളെ, പ്ലാനുകൾ നല്ലതാണ്, ചിന്തകൾ നല്ലതാണ്, പദ്ധതികൾ നല്ലതാണ്, ഷെഡ്യൂളുകൾ നല്ലതാണ്. ഈ രാവിലെ ഓർക്കുക, അതിനപ്പുറമായി ദൈവത്തിന് നമ്മുടെ ജീവിതത്തിന് പദ്ധതിയുണ്ട്, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിന് വഴികളുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ ചെറിയ പ്രായത്തിലുള്ള ജീവിതം വളരെ തകർന്നാണ്. സാമ്പത്തികമായൊക്കെ ബുദ്ധിമുട്ടി പട്ടിണിയിലൊക്കെ ഞങ്ങൾ വന്നില്ല. എന്റെ ജീവിതത്തിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരിക്കലും ഒരു പെന്തക്കോസ്തുകാരനായി ജീവിക്കരുതെന്ന് ആഗ്രഹം ഉണ്ടായി. ഒരിക്കലും ഉപദേശി എന്ന പേര് പോലും കേൾക്കുവാൻ താല്പര്യമില്ലാത്തവനായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പ്ലാനിൽ കൊണ്ടുവന്നു. ആ ദൈവത്തിന് മുഖം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ആത്മീയ ജീവിതത്തിൽ നാം നേരിടുന്ന അനേക വെല്ലുവിളികളുണ്ട്. ഒന്ന്, നാം പലപ്പോഴും ആഗ്രഹിക്കും, ദൈവമേ എനിക്ക് വേണ്ടി എന്റെ വഴികൾ എന്തുകൊണ്ട് അങ്ങടച്ചു? നാം പ്ലാനിൽ പദ്ധതി മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വഴികൾ അടഞ്ഞു പോകാറുണ്ട്. When you drive, you come to a dead end. ഒരു ഡെഡ് എൻഡിൽ നമ്മളുണ്ട്. വഴികൾ നേരത്തെയൊക്കെ നമ്മൾ GPS ഇട്ട് പോകുന്നതിന് മുമ്പേ വഴി ചോദിച്ചു പോകുമ്പോൾ വഴി തെറ്റിയാൽ we come to a dead end or we come to a four-way stop. ഫോർവേ സ്റ്റോപ്പിലോ ഡെഡ് എൻഡോ വരുമ്പോൾ നമുക്കൊന്നും അയ്യോ എന്റെ വഴി തെറ്റിപ്പോയല്ലോ. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, നമ്മുടെ പ്ലാൻ പ്രകാരം മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും ഈ കം ടു എ ഡെഡ് എൻഡ് ഓർ ഫോർവേ സ്റ്റോപ്പ്. പലപ്പോഴും നമ്മൾ കർത്താവേ എന്തുകൊണ്ട് എന്റെ വഴികളെ അങ്ങടച്ചു, എന്നുകൊണ്ട് മാർഗങ്ങളെ അങ്ങടച്ചു, എന്റെ പ്ലാനുകളെ അടച്ചു, എന്റെ പ്ലാനുകളും പദ്ധതികളും തകർന്നു പോയി. കർത്താവേ, ഇന്ന് രാവിലെ ഞാൻ ധൈര്യത്തിൽ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ദൈവം നമുക്ക് വേണ്ടി ഒരു വഴികളെ അടയ്ക്കുമ്പോൾ 7 വഴികളെ തുറക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് വേണ്ടി 7 വഴികളെ തുറന്നില്ലാതെ ദൈവം നമ്മുടെ വഴികളെ അടച്ചു കളയുകയില്ല. ഇന്ന് രാവിലെ എത്ര പേർക്ക് വിശ്വാസമുണ്ട് എന്റെ വഴികളെ അടയ്ക്കാത്തൊരു ദൈവമുണ്ട്, എന്റെ വഴികളെ ക്ലോസ് ചെയ്യാത്തൊരു ദൈവമുണ്ട്. I serve a God who never closed a door for me before he opened 7 doors for me. 7 വഴികൾ എനിക്ക് വേണ്ടി തുറക്കാതെ ഒരു വഴിയും ദൈവം അടച്ചു കളയില്ല. പലപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് എന്റെ രോഗം മാറുന്നില്ല? കർത്താവേ ഞാൻ പ്ലാൻ ചെയ്തതുപോലെ എനിക്ക് മൂവ് ചെയ്യുവാൻ കഴിയുകയില്ല. കർത്താവേ നിമിത്തം എന്റെ ശരീരം കൊണ്ട് യാത്ര ചെയ്തിട്ടും നിനക്ക് വേണ്ടി അധ്വാനിച്ചിട്ടും even if I give my body for your kingdom, why am I sick? എന്തുകൊണ്ട് കർത്താവേ ഞാൻ രോഗിയാകുന്നു? ഇന്ന് രാവിലെ ദൈവത്തിന് നമ്മോട് ദൂതുണ്ട്. സ്തോത്രം. നാം ആഗ്രഹിക്കുന്നതിനപ്പുറമായി, നാം നിലയ്ക്കുന്നതിനപ്പുറമായി നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. പലപ്പോഴും നാം ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ദൈവമേ എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്ന പോലെ ഒന്നും മറുപടി തരുന്നില്ല?
ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ എനിക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് രാവിലെ ഓർക്കുക. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദൈവം ഒരുപക്ഷെ നമ്മോട് യെസ് പറയും, ചിലപ്പോൾ ദൈവം നമ്മൾ നോ പറയും, ചിലപ്പോൾ ദൈവം പറയൂ അല്ല മോനെ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, പക്ഷെ നീ ചിന്തിക്കുന്ന പോലെയല്ല, നീ പ്ലാൻ ചെയ്യുന്ന പോലെയല്ല, എന്റെ പ്ലാനിൽ നീ വരിക മകനെ എന്ന് പറയുന്ന പോയിന്റുകളുണ്ട്. പലപ്പോഴും നാം ദൈവത്തോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്, കർത്താവേ എന്തുകൊണ്ടാണ് എന്നെ ഈ രീതിയിൽ കൊണ്ട് നടത്തുന്നത്? ഇസ്രായേലിൽ നിന്നും കനാനിൽ പോകുവാൻ 3 to 4 days കൊണ്ടുപോകാമായിരുന്നു. 3 ദിവസത്തെ വഴിദൂരമെന്ന് വിശുദ്ധാവചനത്തിൽ കാണുന്നുണ്ട്. നമുക്കറിയാം ഈജിപ്തിന്റെ നോർത്തിൽ നിന്നും കെയ്നന്റെ സൗത്തിലേക്ക് പോകാൻ 3 days മതിയായിരുന്നു. 3 ദിവസം കൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് ഈജിപ്തിന്റെ വടക്കു ഭാഗത്ത് നിന്നും കനാന്റെ തെക്ക് ഭാഗത്തേക്ക് എത്തുവാൻ 3 ദിവസം മതിയായിരുന്നു. എന്നാൽ ദൈവം വരെ 40 വർഷം മരുഭൂമിയിൽ കൂടെ ചുറ്റിച്ച് നടത്തി. ഇസ്രായേൽ മക്കൾക്ക് ഒരുപക്ഷെ ഒരു ചോദ്യം കാണും, ദൈവമേ എന്തിന് ഈ എളുപ്പ വഴിയിൽ കൂടെ പോകാമായിരുന്നിട്ടും അങ്ങ് ഞങ്ങളെ ഇങ്ങനെ കടത്തിക്കൊണ്ടുപോയി. This morning I want to tell you, easy way is not God's way. God's way is not easy way always. ദൈവത്തിന്റെ വഴികൾ ഈസി വഴികളല്ല. ദൈവത്തിൽ നമ്മെ പഠിപ്പിക്കുവാനായി, ട്രെയിൻ ചെയ്യുവാനായി ദൈവം നമ്മെ ദൈവത്തിന്റെ പാതയിലൂടെ നടത്തും. നമുക്കറിയാം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ കൂടെ നടത്തിയതുകൊണ്ട് വെല്ലുവിളിയായിരുന്ന ഫറവോൻ ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, ഞാൻ കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൻ സാധിക്കും, എന്റെ വാൾ അവരെ നിഗ്രഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിയായി നിന്ന ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിന്റെ ആഴങ്ങളെ തകർത്ത് കളവാൻ, മുക്കിക്കൊല്ലുവാൻ മോശയുടെ കാലത്ത് ഇസ്രായേൽ മക്കളുടെ കുഞ്ഞുങ്ങളെ മുക്കിക്കൊന്ന ഫറവോനെയും തലമുറയും അതേ വെള്ളത്തിൽ മുക്കിക്കൊല്ലുവാൻ ദൈവം പ്ലാൻ ചെയ്തു. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെ ഇസ്രായേലിലേക്ക് കനാനിലേക്ക് മരുഭൂമിയിൽ കൂടെ നടത്തിക്കൊണ്ടുപോയത്. ഇന്ന് രാവിലെ നാം ഓർക്കേണ്ട കാര്യമുണ്ട്, പലപ്പോഴും ലോങ് വേയിൽ കൂടെ പോകുമ്പോൾ വൈ ഗോഡ് എന്തുകൊണ്ട് കർത്താവേ? ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ദൈവത്തിൽ നിന്നെ മാനിക്കുവാൻ, ദൈവത്തിൽ നിന്നെ ഓണർ ചെയ്യുവാൻ, ദൈവത്തിന്റെ അഭിഷേകം ചെയ്യുവാൻ, ദൈവത്തിന്റെ ശക്തീകരിക്കുവാൻ, ദൈവത്തിന്റെ ട്രെയിനിങ്ങിൽ കൂടെ കടത്തിവിടുവാൻ, ദൈവത്തിന്റെ സ്ട്രെങ്തൻ ചെയ്യുവാൻ, നിന്റെ ശത്രുവിന്റെ മുമ്പിൽ നിന്നെ അഭിഷേകം ചെയ്യുവാൻ, ശത്രുക്കളുടെ മുമ്പാകെ തലേ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം പലപ്പോഴും ദൈവത്തിന്റെ വഴികൾ കൂടെ നമ്മെ നടത്തിവിടാറുണ്ട്. അവരുടെ പുസ്തകം 8-ാം വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങളെ താഴ്ത്തേണ്ടത് ഞാൻ മരുഭൂമിയിൽ കൂടെ കൊണ്ടുപോയി. പലപ്പോഴും ജീവിതത്തിൽ നേട്ടങ്ങളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഉന്നത ഭാവത്തോടെ എന്റെ കൈ കൊണ്ട്, എന്റെ കഴിവ് കൊണ്ട്, എന്റെ വിദ്യാഭ്യാസം കൊണ്ട്, എന്റെ സാമർഥ്യം കൊണ്ട് ഇതൊക്കെ നേടി എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ പ്ലാനുകളൊക്കെ മാറ്റും. ദൈവം നമ്മളെ ലോങ് വേയിൽ കൂടെ കൊണ്ടുപോകും. ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തോട് പറയാം, നടത്തിയ വിധങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇന്ന് രാവിലെ അനുഗ്രഹിക്കപ്പെട്ട ഗാനം ബ്രദർ ജോബിനും ടീമും പാടുകയുണ്ടായി. He says, because he lives, I can face tomorrow. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ചോദ്യം ഇതാണ്, കർത്താവേ നാളെ എങ്ങനെ നടക്കും? How am I going to move on tomorrow? But we can say, as long as my God lives, because my God lives, I can face tomorrow. ഒരു വേദശാസ്ത്രത്തിൽ ഇങ്ങനെ എഴുതി, I don't know what happens tomorrow. നാളെ എന്ത് നടക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒന്നെനിക്കറിയാം, ആരെന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. Because he lives, I can face tomorrow. This morning, my dear brothers, my dear sisters, my dear children, all the folks, let me remind you by the authority of the word of God, don't worry about what happens tomorrow, but make sure who holds your hand. എന്റെ കരുമാറി പിടിച്ചിരിക്കുന്നതാണ് ഇന്ന് രാവിലെ നമ്മുടെ ധൈര്യം. സ്തോത്രം. ദൈവം മോശയോട് പറയുന്നുണ്ട്, ഹോരേബിൽ വെച്ച് മോശേ, നീ മിസ്രയീമിൽ നിന്റെ ജനത്തെ പുറപ്പെടുവിച്ചുകൊണ്ടിരുമ്പോൾ ഈ വഴിയായി വരും, ഇതുവഴിയായി നിങ്ങൾ വരുമെന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്തം നിറവേറ്റുവാൻ ഇസ്രായേൽ മക്കൾക്ക് തോന്നിക്കാണ്. എന്തുകൊണ്ടാണ് ഈ ലോങ് വേയിൽ വരുന്നത്? മോശ മിസ്രയീമിലേക്ക് പോകുന്നതിന് മുമ്പേ
അമ്മായിയപ്പനായ ജീത്രോയുടെ ആളുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹോരേബിൽ പ്രത്യക്ഷപ്പെട്ട മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവ സാന്നിധ്യത്തിൽ മോശയും ദൈവവുമായുള്ള ഇന്റർവെൻഷനിൽ കോൺവെർസേഷനിൽ ദൈവം മോശയോട് പറഞ്ഞു, മോശയെ ഇതുവഴിയായി ഞാൻ അവരെ മടക്കി കൊണ്ടുവരും. ഇന്ന് രാവിലെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മരിച്ചു പോകയില്ല. സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ യെസ് എന്നും നോ എന്നുമാണ്. God's promises never die. God's promises never changes. സ്തോത്രം. ഇന്ന് രാവിലെ പെട്ടെന്ന് ഹൃദയത്തിൽ ഓർമ്മ ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ പിതാവ് ജോർജ് അവർ, ഞങ്ങളുടെ മാതാവും ആത്മാർത്ഥമായി വിശ്വസമായി കർത്താവിനെ സേവിച്ചവരാണ്. ആദ്യകാലങ്ങളിലെ പട്ടിണിയും ബുദ്ധിമുട്ടും ദാരിദ്ര്യമൊക്കെ ഓർക്കുമ്പോൾ കളഞ്ഞിട്ട് പോകണമെന്നുള്ള ആ ചിന്തകൾ പോലും ഒരുപക്ഷെ തോന്നിക്കാണും. ഐ ഡോണ്ട് നോ. അങ്ങനെയുള്ള ജീവിതത്തൊക്കെ വളർന്നു വരുമ്പോൾ അന്നും ദൈവിക കാര്യങ്ങൾ നോക്കും ഞങ്ങളുടെ പിതാവിനോട്. മാങ്ങാന ജോസഫ് എന്ന് പറയുന്ന ദൈവദാസൻ പണ്ട് പറഞ്ഞൊരു പ്രവചനം പിതാവ് പ്രാർത്ഥനയിൽ നോക്കി ഞങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ കാര്യം നീ നോക്കുന്നുകൊണ്ട് നിന്റെ തലമുറയുടെ കാര്യങ്ങൾ ഞാൻ നോക്കും. ഞങ്ങളുടെ പിതാവ് മാതാവ് അവരുടെ കാര്യം നോക്കാതെ ദൈവിക കാര്യങ്ങൾ നോക്കിയിരുന്നു. ദൈവം ആർക്കും കടക്കാരല്ല, ദൈവം ആർക്കും ഒരു ബാധ്യതയുമല്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളായിരുന്നു. നിന്റെ കാലം ഗഞ്ചാനും നിന്റെ തലമുറ എന്നെ സേവിക്കുന്നു. ഒരുപക്ഷെ ഞങ്ങളുടെ പിതാവിന് ജീവനുള്ളെങ്കിലും ഞങ്ങളുടെ 4 സഹോദരങ്ങളും ഞങ്ങളുടെ ലിമിറ്റേഷൻ ഞങ്ങൾക്കുണ്ടെങ്കിലും മാനുഷികമായ പരിമിതികളൊക്കെ ഞങ്ങൾക്കുണ്ടെങ്കിലും ദൈവത്തെ സേവിക്കുവാൻ ദൈവ പിതാവിനോടും മാതാവിനോടും ചെയ്ത വാഗ്ദത്തങ്ങൾ മരിച്ചു പോയിട്ടില്ല. ഇന്ന് രാവിലെ ഓർക്കുക, നമ്മുടെ കണ്ണുകൾ അടഞ്ഞു പോയാലും ദൈവത്തിന്റെ വാഗ്ദത്തം മരിക്കയില്ല. നാം മരിച്ചു പോയാലും വാഗ്ദത്തങ്ങൾ മരിക്കയില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അത് ആമേൻ. മോശയോട് ദൈവം ഹോരേബിൽ പറയുന്നു, മോശയെ നീ ഇതുവഴിയായി വരും, എന്റെ ജനത്തെ ഈ പർവ്വതത്തിനടുത്തുകൂടെ കൊണ്ടുപോകും. ഞാൻ മുന്നോട്ട് പോകട്ടെ. ദൈവം ഇസ്രായേൽ മക്കളെ കനാലിൽ പോകുവാൻ മരുഭൂമിയിൽ കൊണ്ടുപോയതിന്റെ മറ്റു കാര്യം വേദപുസ്തകം വായിക്കുന്നു. അവരെ യുദ്ധം അഭ്യസിപ്പിക്കുവാനായി to teach them the word. അവർ നേരെ പോയാൽ കനാനിലേക്ക്, ഈജിപ്തിന്റെ നോർത്തിൽ നിന്നും കനാന്റെ സൗത്തിലേക്ക് പോയാൽ ആദ്യം ഒരു നേരിടുന്ന ഫെലിസ്തീനായിരുന്നു. കനാന്റെ സൗത്തിലും ഈജിപ്തിന്റെ നോർത്തിലും താമസിച്ചിരുന്നത് ഫെലിസ്തീനായിരുന്നു. യുദ്ധമറിയാത്ത, യുദ്ധാഭ്യസിക്കാത്ത ഈ ഇസ്രായേൽ മക്കൾ നേരെ ഫെലിസ്തീനെ ഫേസ് ചെയ്യുമ്പോൾ അവർക്ക് പരാജയം ഉണ്ടാകും. ഇസ്രായേൽ മക്കളെ മുഴുവനായി അവർ നിഗ്രഹിച്ചു കളയും. അതുകൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്തു. അവരെ മരുഭൂമി വഴിയായി വിടുമ്പോൾ അവരാദ്യമായി നേരിട്ടത് അമാലേക്യരായിരുന്നു. The Amalekites were the first enemy they had to defeat. അവർക്ക് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാൻ അമാലേക്കർ ശക്തിയുള്ള സൈന്യമല്ലായിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് അവരെ തോൽപ്പിക്കുവാൻ കഴിയുമായിരുന്നു. ഇന്ന് രാവിലെ ആത്മാ ധൈര്യത്തിൽ വചനത്തെ അടിസ്ഥാനത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, പലപ്പോഴും ദൂരെ യാത്ര ചെയ്യുമ്പോൾ ലോങ് വേയിൽ കൂടെ വരുമ്പോഴും ദൈവം നമ്മെ പ്രൊട്ടക്ട് ചെയ്യുവാനായി, ദൈവം നമ്മെ സംരക്ഷിക്കുവാനായി, ദൈവം നമ്മെ കരുതുവാനായി, ദൈവം നമ്മെ ലോങ് വേയിൽ കൂടെ കൊണ്ടുപോകാറുണ്ട്. ഇസ്രായേൽ മക്കൾ ചോദിക്കുകയാണ്, കർത്താവേ എന്താണ് ഞങ്ങൾ ഈ ലോങ് വേയിൽ കൊണ്ടുപോയത്? 3-4 ദിവസം വഴിയുള്ള ദൂരം 40 ദിവസം എന്തിനു വേണ്ടി ഞങ്ങളെ കൊണ്ടുപോയി? അവരുടെ പ്ലാനുകൾ എത്രയും വേഗത്തിൽ ഈ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വാതന്ത്ര്യ നാട്ടിലേക്ക്, പട്ടിണിയുടെ നാട്ടിൽ നിന്നും പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് പോകുവാൻ ദൈവമേ എന്തുകൊണ്ട് ഞങ്ങളെ അനുവദിച്ചില്ല? എന്തുകൊണ്ട് ഈ 40 വർഷം ഞങ്ങളെ ചുറ്റിക്കറക്കി എന്ന് ചോദിക്കുമ്പോൾ
ദൈവത്തിന് പറയാനുള്ളത്, നിങ്ങളുടെ വഴിയല്ലേ എന്റെ വഴി. നിങ്ങളുടെ വഴി എങ്ങനെയായിരിക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിച്ച, നിങ്ങളെ ചലഞ്ച് ചെയ്ത, നിങ്ങളെ നിഗ്രഹിച്ച ഫറവോനെ എനിക്ക് ഒരു ടാലിയേഷൻ ഉണ്ട്, എനിക്ക് അവരോട് പ്രതികാരമുണ്ട്. സ്തോത്രം. എന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ, ഈ നിങ്ങളെ താഴ്ത്തുവാനായി, നിങ്ങളെ യുദ്ധം പഠിപ്പിക്കുവാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ, നിങ്ങളുടെ പ്ലാനുകളല്ല എന്റെ പ്ലാനുകൾ. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്ന പോലെ, ജസ്റ്റ് ലൈക്ക് the heavens are above the earth, ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്ന പോലെ ദൈവത്തിന്റെ പ്ലാനുകൾ, ദൈവത്തിന്റെ വഴികൾ നമ്മുടെ ജീവിതത്തിൽ ഉയർന്നതാണ്. ഇന്ന് രാവിലെ നമ്മുടെ ജീവിതം, ആത്മീയ ജീവിതത്തെ നമുക്ക് നോക്കാം. എന്റെ പ്രിയ സഹോദരനോട് പോലെ ഇന്ത്യ 1740 ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ പാപത്തിന്റെ അടിമത്തത്തിൽ ജീവിച്ചിരുന്ന നമ്മെ ക്രിസ്തു സ്വതന്ത്രരാക്കി നമ്മെ കൊണ്ടുവന്ന ആത്മീയ വഴികൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം തന്ന ശുശ്രൂഷകൾ, ദൈവം തന്ന അറിവുകൾ, ദൈവം തന്നായ ആത്മീക വെളിപ്പാടുകൾ, ദൈവം നമ്മുടെ ഹൃദയത്തിൽ കത്തിച്ച ആ പ്രകാശം, നെറ്റിനെ കുറിച്ചുള്ള ബോധ്യം, നാം പോകേണ്ടതിനെ കുറിച്ചുള്ള അറിവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമുക്ക് എൻലൈറ്റ്മെന്റ് ഓർക്കുമ്പോൾ, നമ്മുടെ പഴയ കാലം നോക്കുമ്പോൾ എന്തുകൊണ്ട് പക്ഷേ അന്ന് നാം മരിച്ചെങ്കിൽ പലപ്പോഴും പലരും വിചാരിച്ചു കടന്ന് ജീവിതം എടുക്കുവാനായി ഒരുപക്ഷെ അന്നേ മരിച്ചു പോയിരുന്നെങ്കിൽ ഈ നിശ്ചത നഷ്ടപ്പെടുന്ന എത്രയോ പേർ കാണുമായിരുന്നു. ഇന്ന് രാവിലെ നമ്മുടെ ആത്മീയ ജീവിതം തിരിഞ്ഞു നോക്കി ദൈവമേ അവിടുത്തെ വഴികൾക്കായി സ്തോത്രമെന്ന് നമുക്ക് പറയാം. ദൈവമേ ഞങ്ങളെ കൊണ്ടുവന്ന വഴികൾക്കായി സ്തോത്രമെന്ന് പറയാം. സാമ്പത്തികമായി നോക്കി ഒരുപക്ഷെ ഇന്ത്യയിൽ ജീവിച്ചിരുന്നെങ്കിൽ ഇത്രമാത്രം സമൃദ്ധി ഉണ്ടാകുവാൻ കഴിയുകയില്ലായിരുന്നു. ദൈവം നമ്മെ അവിടുന്ന് ഓസ്ട്രേലിയയിലും അമേരിക്ക, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുവന്ന് ദൈവം നടത്തിയ വഴികളെ ഓർത്ത ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറക്കുമ്പോൾ അടയ്ക്കുന്നതിന് മുമ്പായ വഴികളെ വിശദീകരിക്കുവാൻ ഞാൻ സമയം എടുക്കുന്നില്ല. നമുക്കറിയാം ഹാഗാർ, അബ്രഹാമിന്റെ ഭവനത്തിൽ ഇറങ്ങിപ്പോയ ഹാഗാർ മരുഭൂമിയിൽ കരയുമ്പോ എന്റെ വഴികളെല്ലാം അടഞ്ഞുപോയോ ദൈവമേ. എനിക്കറിയാവുന്ന ഒരു ദൈവമുണ്ട്, അബ്രഹാമിന്റെ ദൈവം. എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, അബ്രഹാം. എന്നെ കരുതിയ, എനിക്ക് വേണ്ടി എല്ലാം ചെലവ് ചെയ്ത, എന്റെ കുഞ്ഞിനെ കെയർ ചെയ്ത അബ്രഹാം ഇപ്പോഴിതാ എന്നെ ഇറക്കി വിട്ടിരിക്കുന്നു. She left the home with one bread and a water skin full of water. ഒരു തിരിച്ച് വെള്ളം ഒരപ്പവുമായി, സിംഗുലർ ഒരപ്പവും ഒരു തിരിച്ച് വെള്ളവുമായി അവൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ അവൾക്ക് ഒരു ചോദ്യം കാണും. പുറം ലോകവുമായി ബന്ധമില്ലാത്ത എനിക്ക്, എങ്ങോട്ട് പോകേണ്ടത് അറിയാത്ത എനിക്ക്, ഈ വീടുമായി മാത്രം ബന്ധമുള്ള ഞാൻ എവിടെ പോകും കർത്തദൈവമേ? എന്റെ വഴികൾ എന്തുകൊണ്ട് ദൈവമേ അങ്ങ് അടച്ചു? സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സമൃദ്ധിയിൽ നിന്നും, ദൈവം നമുക്ക് തന്നായ സർക്കംസ്റ്റാൻസിൽ നിന്നും, ദൈവം നമുക്ക് ലൈഫ് സ്റ്റൈലിൽ നിന്നും നാം ചേഞ്ച് ചെയ്യുമ്പോൾ, ജീവിതത്തിന് സ്വപ്നങ്ങൾ തകർന്നു പോകുമ്പോൾ, ഫിനാൻഷ്യൽ എബിലിറ്റി ഇല്ലാതെ പോകുമ്പോൾ, ബിസിനസ് സ്ഥാപനം തകർന്നു പോകുമ്പോൾ, ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴുമൊക്കെ നമുക്ക് ഒരു ചോദ്യമുണ്ട്. ഇന്ന് രാവിലെ ഓർക്കുക, ദൈവത്തിന്റെ വഴികൾ വലിയ വഴികളാണ്. ആരും കാണാത്ത വഴികൾ നമുക്കറിയാം. വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, അറിയാവുന്ന വേദഭാഗമാണ്. അബ്രഹാമിന്റെ ദാസിയായ ഹാഗാർ ഭയപ്പെട്ടുകൊണ്ട് മരുഭൂമിയിൽ കൂടെ അവൾ നടക്കുമ്പോൾ അവളെ ആരും കാണുവാൻ ആ മരുഭൂമിയില്ല. അബ്രഹാമിന്റെ വഴി വീടിൽ നിന്ന് ഇറങ്ങിപ്പോയവൾ പൈതലിനെ തോളിലിട്ടുകൊണ്ട് ആ മരുഭൂമിയിൽ വെള്ളമില്ലാതെ, ആഹാരമില്ല, അവൾ കരയുമ്പോൾ, ഹൃദയം പൊട്ടി തകരുമ്പോൾ അവളുടെ ചോദ്യം ഇതായിരിക്കും: അബ്രഹാമിന്റെ ദൈവമേ, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? എന്തുകൊണ്ട് എന്റെ വഴികളെല്ലാം ദൈവമേ അടഞ്ഞുപോയി? ഹാഗാർ ജീവിതം വിധവയായി പൈതലിനെ വന്ന് കാണില്ല എന്നോട് മാറി ഇന്ന് കരയുമ്പോൾ അവൾക്ക് വേണ്ടി കനിഞ്ഞ ഒരു ദൈവം. വെള്ളമില്ലാതെ അവൾ കഷ്ടപ്പെടുമ്പോൾ പൈതൽ മരിക്കുമെന്നോർത്ത് ദൂരെ മാറി ഇന്ന് കരയുമ്പോൾ വെള്ളം ലഭിക്കുവാൻ ഒരു സാധ്യതയില്ലാത്തിടും എന്റെ കുട്ടി മരിച്ചു പോകുമെന്ന് വിധി എഴുതിയിരിക്കുമ്പോൾ എന്റെ ജീവിതത്തെ പ്രതീക്ഷകളെല്ലാം തകർന്നുപോയി.
എന്റെ പ്ലാനുകളിലൊന്നുമല്ലായിരുന്നു, എന്റെ ചിന്തകളിലല്ലായിരുന്നു. അബ്രഹാമിന്റെ ബന്ധത്തിൽ നിന്ന് എന്റെ കുഞ്ഞിനെ വളർത്തിയെടുത്ത് അബ്രഹാമിന്റെ പൈതലാക്കി അവന് വളർന്ന് സ്വത്തിന്റെ അവകാശിയായി അബ്രഹാമിന്റെ അനന്തരാവകാശിയായി ജീവിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ച ഹാഗാറിന്റെ പ്രതീക്ഷകൾ തകർന്നുപോയി. മരുഭൂമിയിൽ അവിടെ സ്വപ്നങ്ങൾ ഇല്ലാതെ പോയിരിക്കുന്നു. ജീവിതമേ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്റെ കുഞ്ഞ് മരിക്കുവാൻ പോകുന്നു, എനിക്ക് കാണേണ്ടായി എന്ന് പറഞ്ഞ് മാറിയിരുന്ന് കരയുന്ന ഹാഗാർ. നമ്മിങ്ങനെ വായിക്കുന്നു, ദൈവമോടെ കണ്ടുവരുന്നു, അവൾ ഒരു ഉറവ കണ്ടു. മരുഭൂമിയിൽ ഉറവയ്ക്ക് സാധ്യതയില്ല, ഡ്രൈ ലാൻഡാണ്. അബ്രഹാം കൊടുത്ത ഒരു ദുരിതീയ വെള്ളമാണ്, ഒരപ്പമാണ്. ദൈവം വീട് തുറന്നപ്പോൾ വറ്റിപ്പോകാത്ത എക്സ്ട്രീം ഗഷിംഗ് ഔട്ട്, അടിയിൽ നിന്നും ഉയരത്തിലേക്ക് തള്ളി വരുന്ന ഒരിക്കലും നിന്നു പോകാത്ത ഒരു ഉറവ തുറന്നെങ്കിൽ ഹാഗാറിനോട് നമുക്ക് ചോദിക്കാം, ഹാഗാറെ എന്തു പറ്റി? ഈ മരുഭൂമിയിൽ നിന്നെ കാണുവാൻ ആരുമില്ലല്ലോ, നിന്റെ പൈതൽ മരിക്കുമെന്ന് നീ കരുതിയല്ലോ, എന്റെ വഴികളെല്ലാം അടഞ്ഞു പോയല്ലോ, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുവാൻ ജീവിതത്തിന്റെ ലാസ്റ്റ് മിനിറ്റ് ഫേസ് ചെയ്ത ഹാഗാറിന്റെ ജീവിതം ഇപ്പോൾ എന്റെ വഴികൾ അടഞ്ഞു പോയെന്ന് പറയുന്ന ഹാഗാറിന് ഇപ്പോൾ പറയുവാൻ കഴിയും. എന്റെ ദൈവത്തിന്റെ വഴികൾ ഇതാണ്. എന്റെ യജമാനായ അബ്രഹാമിന് ഒരു തിരുത്തിയതൊരുവാക്കടിക്കുള്ളെങ്കിൽ ആ വാതിൽ അടഞ്ഞുവെങ്കിലും അബ്രഹാം തന്ന വെള്ളം തീർന്നെങ്കിലും വഴികൾ അടഞ്ഞു പോയെങ്കിലും എന്റെ ദൈവം എനിക്ക് വേണ്ടി തുറന്നത് ഒരിക്കലും വറ്റിപ്പോകാത്ത ഉറവ എന്റെ ദൈവം എനിക്ക് വേണ്ടി തുറന്നു. അവൾ കരമുളിയ ദൈവത്തിന് മഹത്വം കൊടുത്ത് കാണുന്നത്. പക്ഷേ എന്റെ ദൈവമേ, നീ എത്രയോ വലിയവൻ. ഇന്ന് രാവിലെ നമ്മുടെ കരങ്ങളെ ഉയർത്തി ആ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹൗ ഗ്രേറ്റ് ദ ലോർഡ്. എന്റെ ദൈവമേ, അവിടുന്ന് എത്ര അത്ഭുതവാൻ. അവിടുന്ന് നടത്തിയ വഴികൾക്കായി സ്തോത്രം. എന്റെ വഴികൾ അടഞ്ഞുപോയതിനായി സ്തോത്രം. എന്റെ പ്ലാനുകൾ അടഞ്ഞുപോയതിനായി, എന്റെ പ്ലാനുകൾ ഇല്ലാതായതിനായി സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കും, എന്റെ വഴികൾ എന്തുകൊണ്ട് അടഞ്ഞുപോയി, എന്റെ പ്ലാനുകൾ എന്തുകൊണ്ട് അസ്ഥാനത്തായി പോയി. ഈ ഹാഗാറിനെ നമുക്ക് ചോദിക്കാം, ഹാഗാർ ഈ മരുഭൂമി നിന്നെ ആര് കണ്ടു? നീ വിളിച്ചാൽ അബ്രഹാം കേൾക്കുകയില്ല, ഇവിടെ ആരും നിന്നെ സഹായിക്കാനില്ല. പക്ഷെ ഹാഗാറിനോട് ഇന്ന് രാവിലെ ചോദിക്കുക, ഹാഗാർ പറയും, എന്റെ ദൈവം എന്റെ വഴി അടച്ചത്, എന്റെ പ്ലാനുകൾ അടച്ചത് എനിക്ക് പറ്റിപ്പോകാത്ത ഉറവ് തുറക്കും മാത്രമല്ല, എന്റെ മകന് വേണ്ടി വാഗ്ദത്തം, ഇവനെ ഒരു വലിയ ജാതിയാക്കുന്ന വാഗ്ദത്തം ദൈവം നമുക്ക് വേണ്ടി തരുമ്പോൾ ചോദിക്കുന്നതിനേക്കാൾ നിലയ്ക്കുന്നതിനേക്കാൾ നമ്മുടെ പ്ലാനുകൾ പരിമിതിയുള്ളപ്പോൾ ദൈവത്തിന്റെ വഴികൾ എത്രയോ അത്ഭുതം. ഇന്ന് രാവിലെ ഈ ആരാധനയെ സംബന്ധിക്കുന്ന ദൈവവേദനയിൽ എന്റെ ജോലി പോയ കർത്താവേ, ഞാൻ രോഗിയായ കർത്താവേ, എന്റെ വഴികൾ അറിഞ്ഞു പോയ കർത്താവേ, എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ബുദ്ധിമുട്ട എന്റെ കർത്താവെ തോന്നുമ്പോൾ നീയും ഞാനും കാണാത്തൊരു മർമ്മം അതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ കരങ്ങൾ ഉയർത്തി ആ മർമ്മത്തെ ഒരു ദൈവത്തെ മഹത്വം കൊടുക്കാം. സ്തോത്രം. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എന്റെ ഇഷ്ടമൊന്നും വേണ്ട കർത്താവേ, let thy will be done. ഗതസമനയിൽ വീണ് കരയുന്ന യേശു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഈ പാനപാത്രം മാറിപ്പോകണം, എങ്കിലും nevertheless not my will, let thy will be done. എന്റെ പ്ലാൻ വേണ്ട കർത്താവേ, എന്റെ ബോഡിയിൽ ഈ വേദന വഹിക്കുവാൻ, ഈ പെയിൻ വഹിക്കുവാൻ എനിക്ക് കഴിയുകയില്ല പിതാവേ, എങ്കിലും എന്റെ ഇഷ്ടം വേണ്ട, let thy will be done. അവിടുത്തെ ഹിതം എന്നിൽ നടക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹം നാം പ്രാർത്ഥിക്കുന്ന പോലെ കാര്യം നടക്കണമെന്നാണ്, നാം ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്നാണ്, നമ്മുടെ പ്ലാൻ പോലെ കാര്യങ്ങൾ നടക്കണമെന്നാണ്. നമുക്ക് അപ്പോസ്തലനായ പൗലോസ് നോക്കാം. 2 Corinthians chapter 12 2 അധ്യായത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുന്നു. അതിങ്ങനെയാണ്, എന്റെ ആരംഭം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ ലീഡർഷിപ്പിനെ, അതോറിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് ആ കാലത്തെ സീനിയർ പാസ്റ്റേഴ്സ് ചോദ്യം ചെയ്യാൻ, നീ ആരാണ്? ഇന്നലെ വന്ന പയ്യനാണ്. പൗലോസിന്റെ ആ ലീഡ് സീനിയോറിറ്റി കുറവാണെന്ന് പറഞ്ഞ് പൗലോസിനെ
പുട്ട് ഡൗൺ ചെയ്യുമ്പോൾ പൗലോസ് ദൈവത്തിന് പ്രാർത്ഥിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്. വെളിപ്പാടുകളെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടത്. മൂന്നാം സ്വർഗത്തോട് എടുക്കപ്പെട്ട പൗലോസ്, ആ പൗലോസിന്റെ ലീഡർഷിപ്പിനെ അംഗീകരിക്കുവാൻ സീനിയറായ ദേവദാസന്മാർ കൂട്ടാക്കാതിരുന്നപ്പോൾ പൗലോസ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശേഷം ഇങ്ങനെ പറയുന്നു, വെളിപ്പാടുകൾ മൂന്നാം സ്വർഗത്തോട് എടുക്കപ്പെട്ട ഞാൻ വെളിപ്പാടുകളെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കുന്നതിന് ദൈവം എന്റെ ജനത്തോട് ശൂലം തന്നു. അതൊന്നും വിശേഷിക്കുവാൻ എന്റെ മുമ്പാകെ ടൈം ഇല്ല. ഞാൻ വേഗത്തിൽ നിർത്തട്ടെ. വെളിപ്പാടിൽ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ജനത്തോട് ശൂലം ദൈവം തന്നു. ആ ശൂലം ഒന്ന് ഒരുപക്ഷെ തലവേദനയോ ഒരുപക്ഷെ ഇൻഡൈജസ്റ്റോ വേദശാസ്ത്രങ്ങൾ വ്യത്യസ്തമായ ആശയങ്ങൾ പറയുന്നു. ജനത്തിൽ ബോഡിയിൽ വീക്ക്നെസ് പോളിനുണ്ടായിരുന്നു. എന്നാൽ പൗലോസ് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഈ ശൂലം മാറിത്തരണമേ. വെളിപ്പാടുകൾ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കുവാൻ ഈ ശൂലം മാറുവാനായി പൗലോസ് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കട്ടെ. പൗലോസ് പറഞ്ഞതാണ്, കർത്താവേ രാത്രിയും പകലും ഈ ശരീരം കൊണ്ട് പോകണം, രാത്രി കൂടാരപ്പണി ചെയ്യണം, പകൽ ദൂരെ പോകണം, യാത്ര ചെയ്യണം, സിനഗോഗുകളിൽ പോകണം, ഈ ശരീരം കൊണ്ട് അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതുകൊണ്ട് എന്റെ ആരോഗ്യം നിലനിർത്തുവാൻ അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായി എന്റെ ശരീരത്തിലെ ശൂലം ഒന്ന് മാറ്റിത്തരണമേ. 3 പ്രാവശ്യം പൗലോസ് പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഈ ശൂലം മാറട്ടെ. എന്റെ ശരീരത്തിൽ ആരോഗ്യം ലഭിച്ചാൽ അത് നിന്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമെന്ന് കർത്താവേ എന്ന് ഉള്ള ആഗ്രഹത്തോടെ പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ദൈവം പറയുന്നു, പൗലോസിന്റെ ആഗ്രഹം ഈ രോഗം മാറണമെന്നായിരുന്നു. പൗലോസിന്റെ പ്ലാന് ഈ രോഗം മാറണമെന്നായിരുന്നു. പൗലോസിന്റെ ചിന്ത ഈ രോഗം മാറണമെന്നായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞു, വേണ്ട മോനെ, ആ ശൂലം അവിടെ ഇരിക്കട്ടെ. ഞാൻ തന്ന ശൂലം അവിടെ ഇരിക്കട്ടെ. ആ ശൂലം നിന്നെ തളർത്തുകയില്ല, ആ ശൂലം നിന്നെ കൊല്ലുകയില്ല. നിന്റെ പ്ലാൻ ശൂലം മാറണമെന്നാണെങ്കിൽ എന്റെ പ്ലാൻ ശൂലം അവിടെ ഇരിക്കട്ടെ. നിന്റെ ചിന്ത ഈ രോഗം മാറണമെന്നാണെങ്കിൽ ഞാൻ തന്ന രോഗം അവിടെ ഇരിക്കട്ടെ. പക്ഷെ നീ തകർന്നു പോവുകയില്ല, നീ വീണു പോവുകയില്ല. നിന്റെ പ്ലാനുകൾ നടക്കാതിരിക്കുന്നുകൊണ്ട്, നിന്റെ ചിന്തകൾ നടക്കാതിരിക്കുന്നുകൊണ്ട് നീ വീണു പോവുകയില്ല, നീ തകർന്നു പോവുകയില്ല. പക്ഷെ പൗലോസേ, ആ ലോകത്തിന്മേൽ വ്യാപരിക്കുന്ന എന്റെ കൃപ, തികഞ്ഞു വരുന്ന എന്റെ ശക്തി നിന്നോട് കൂടെയുണ്ട്. നിന്റെ പ്ലാനല്ല നടക്കുന്നത്, ആ പ്ലാനിൽ വ്യാപരിക്കുന്ന എന്റെ കൃപ, എന്റെ ശക്തി നിന്നെ പകരുകയാണ്. എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട, സ്വർഗീയ പിതാവേ നിന്റെ ഹിതം സ്വർഗത്തിനെ പോലെ ഭൂമിയിലുമാക്കണമേ. നിൻഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ ഇന്ന് ഞാൻ വരുന്നേ നിന്നിഷ്ടം ചെയ്യുവാൻ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ ഇതാ ഞാൻ വരുന്നു, എന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. How thine own way, O Lord. ഇംഗ്ലീഷിൽ നമ്മൾ പാടാറുണ്ട്, How thine own way, O Lord. Thou art the potter and I am the clay. Mold me and make me Lord. കർത്താവേ, ഞാനൊരു കളിമണ്ണാണ്, അങ്ങൊരു കുശവനാണ്. അവിടുത്തെ ഇഷ്ടം പോലെ എന്നെ പണിയണമേ, അവിടുത്തെ ഇഷ്ടം പോലെ എന്നെ ഒരുക്കണമേ. ഒരു പക്ഷെ അങ്ങ് ആഗ്രഹിക്കുന്ന ഷേപ്പിൽ ഞാൻ ആകുന്നില്ലെങ്കിൽ ആ കളിമണ്ണായി എന്നെ തകർക്കണമേ, എന്നെ ഉടയ്ക്കണമേ. ആ ഫർണസിൽ കൂടെ പോയി ഞാൻ പുറത്തു വരുമ്പോഴും അങ്ങ് ആഗ്രഹിക്കുന്ന ഷേപ്പ് അല്ലെങ്കിൽ ഡീഫോംഡ് ആയി പോയെങ്കിൽ, ആകൃതി മാറിയെങ്കിൽ, അതിന്റെ കോണുകൾ വളഞ്ഞിരിക്കുന്നെങ്കിൽ ആ കളിമണ്ണായി എന്നെ ഉടയ്ക്ക് കർത്താവേ. എന്നെ വീണ്ടും വെള്ളമൊഴിച്ച് എന്നെ കുഴച്ച് എന്നെ ഷേപ്പാക്കി ഫർണസിൽ കൂടെ കടത്തിവിട്ട്, ഇന്റൻസിറ്റിയിൽ കൂടെ, ഹീറ്റിൽ കൂടെ കടത്തിവിട്ട് എന്നെ പുറത്തു കൊണ്ടുപോവാ കർത്താവേ. ഞാൻ ഒരു മാനപാത്രമാകട്ടെ. പണിയണമേ കർത്താവേ, എന്നെ ഒരുക്കണമേ കർത്താവേ. എന്റെ പ്ലാനുകളൊന്നും വേണ്ട കർത്താവേ, എന്റെ കടകൂട്ടുകളൊന്നും വേണ്ട കർത്താവേ. Let thy will be done. പ്രാർത്ഥിച്ച പ്രാർത്ഥന, എന്റെ പ്ലാൻ വേണ്ട പിതാവേ. ഞാൻ ഈ പാനപാത്രം കുടിക്കാം, ഈ കപ്പൊന്ന് മാറ്റണമേ. Father, if it is thy will, remove the cup from me.
ഈ പഴപാത്രം ഒന്ന് മാറിപ്പോകട്ടെ. വേണ്ട മോനെ, നാം ഇങ്ങനെ വായിക്കുന്നു, തകർന്ന് വീഴുവാൻ പോകുമ്പോൾ കർത്താവാത്തോട്ടത്തിൽ തകർന്ന് വീഴുവാൻ പോകുമ്പോൾ ഉടനെ സ്വർഗത്തിൽ നിന്നും ദൂതരെ അയച്ച് അവനെ ശക്തീകരിച്ചു. 22 വായിക്കുന്നു, ഉടനെ താഴെ വീഴുമ്പോൾ തോന്നുമ്പോൾ ആ ശരീരത്തിൽ വേദന വഹിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ വീട് പോകുന്ന ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ ഉയരത്തിൽ നിറങ്ങി വന്ന് ആ ശരീരത്തെ വ്യാപരിച്ചെങ്കിൽ ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം. വേണ്ട കർത്താവേ, എന്റെ ഇഷ്ടം വേണ്ട, സ്വർഗീയ പിതാവേ അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയതേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണമേ. എന്റെ സമയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. Yes, Lord, thou art the potter and I am the clay. Lord, mold me and make me, Lord, after thy will, not after my will. After thy will, make me and mold me. മറ്റു പാട്ട് പാടാറുണ്ട്, Spirit of the living God, fall fresh on me, break me, melt me, mold me and build me. കർത്താവേ, എന്നെ തകർക്കണമേ. നമ്മെല്ലാവരും പ്രാർത്ഥിക്കും, ദൈവമേ എനിക്കത് വേണം, എനിക്കിത് വേണം, അത് വേണം, സമൃദ്ധി മാത്രം മതി. രാവിലെ ആര് തകരട്ട് കർത്താവേ. പുത്രൻ തകർന്ന് പൊന്നായി പുറത്തു വന്ന് പാപത്തിന്റെ പ്രായശ്ചിത്തമായി അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ ഒരു പുത്രൻ തകർക്കപ്പെട്ടല്ലേ. രാവിലെ ദൈവരാജ്യങ്ങൾ തകർക്കപ്പെടുവാൻ, നുറുക്കപ്പെടുവാൻ നമ്മുടെ പ്ലാനുകൾ മാറട്ടെ. Thy will be done. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എന്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളും എന്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളും അപ്പുറമായിരിക്കും. ആകാശവും ഭൂമിയും തമ്മിൽ എത്രമാത്രം അകലമുണ്ടോ, how far it is, that the plans and the thoughts of God are above us. എനിക്ക് അവസരം തന്ന ഓസ്ട്രേലിയ റീജിയൻ ഭാരവാഹികളോടും പ്രിയപ്പെട്ടവരോടും നന്ദി ഞാൻ പ്രകാശിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധി നിങ്ങളെ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുന്ന ദൈവം ഈ കോവിഡ് മഹാമാരിയിലും ഈ പ്രതിസന്ധിയും ഗ്ലോബൽ ക്രൈസിസിലും ശക്തരായി നിങ്ങൾ നിർത്തി ദൈവരാജ്യ മഹത്വരായി നിങ്ങളെ ഉപയോഗിക്കട്ടെ. കർത്താവ് നിങ്ങളെ ശക്തരാക്കട്ടെ. ഇന്ന് രാവിലെ നമുക്കും പ്രാർത്ഥിക്കാം. നോട്ട് മൈ വിൽ, thy will be done. അവിടുത്തെ ഹിതബലിൽ നടക്കട്ടെ കർത്താവേ. അവിടുത്തെ വഴികളിൽ നിന്ന് നടക്കട്ടെ, അവിടുത്തെ ചിന്തകളിൽ നിന്ന് നടക്കട്ടെ. സമയം തുറന്ന് നിർത്തുന്നു. I took 5 minutes more. I'm sorry. May God bless us and may God use you for the propagation and the expansion of the kingdom of God in the coming days. All the blessings God be with you. Amen. Thank you. ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം
എന്നിൽ പൂർണ്ണമാക്കണമേ. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ പാടാൻ പറ്റുമോ? എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. കർത്താവിന്റെ ദാസനിൽ കൂടെ അനുഗ്രഹീതമായ ആലോചന കർത്താവ് നമുക്ക് നൽകി തരുവാൻ തക്കോണമിടയായി. നാം പാടിയതുപോലെ നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം തന്നെ നിറവേറുവാൻ തക്കവണ്ണം നമ്മെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ ദാസനെ ശക്തിയായി ഉപയോഗിച്ചു നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായ പ്രചോദനം ലഭിപ്പാൻ തക്കവണ്ണം ദൈവവചനത്തിൽ കൂടെ കർത്താവിന്റെ ദാസൻ സംസാരിച്ചു. അത് നമുക്ക് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി തീർക്കുമാറാകട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനെ ഓർത്ത് വിശേഷാൽ നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ടതായ ദൈവവചനത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് ഫിലിപ്പ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് ഫിലിപ്പ് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരത്തെ ഒരുക്കി തന്ന അങ്ങയുടെ വലിയ കൃപയ്ക്കായി ഒരു പ്രാവശ്യം കൂടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിച്ചതോർത്ത് സ്തോത്രം. അങ്ങയുടെ വിശ്വസ്തത വലുതാണ് കർത്താവേ, അങ്ങയുടെ പദ്ധതികളും വളരെ വലുതാണ്. ഇന്ന് കർത്താവേ, ഈ പ്രഭാതത്തിൽ ആ സന്ദേശം ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ പദ്ധതിക്കായി, നിന്റെ ഇഷ്ടം നടക്കുവാനായി, കർത്താവേ, നിന്റെ ആലോചനയ്ക്കായി ഞങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദാസനിലൂടെ അതിശക്തമായി ഞങ്ങളോട് അറിയിച്ച ദൂതനായി സ്തോത്രം. കർത്താവെ, ദൂത് ഏറ്റെടുത്ത് മുൻപോട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ആ ദൂതിന്റെ വെളിച്ചത്തിൽ കർത്താവെ, ഞങ്ങളെ പൂർണ്ണമായി അങ്ങയുടെ വേലയ്ക്കായി, അങ്ങയുടെ ഇഷ്ടത്തിനായി ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ, അവിടെ ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ദാസൻ ചെയ്യുന്ന എല്ലാ കർത്താവെ ശുശ്രൂഷകൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, IPCയുടെ നേതൃസ്ഥാനത്തിരുന്നുകൊണ്ട് അനേകർക്ക് മാർഗദർശിയായി ഈ കാലഘട്ടത്തിൽ കർത്താവ് ഉപയോഗിക്കുന്നതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ സ്തോത്രം, ഓസ്ട്രേലിയ റീജിയന്റെ ഈ ഒരു കർത്താവെ മാസയോഗത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ തുടങ്ങുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവ്, ഇതൊരു കർത്താവെ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഒതുങ്ങി നിൽക്കാതെ കർത്താവെ, ഇവിടെയുള്ള ഈ ദേശത്തുള്ള പല കമ്മ്യൂണിറ്റികളെ റീച്ച് ചെയ്യുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ നേതൃത്വ നിരയിൽ പ്രവർത്തിക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കായി സ്തോത്രം. കൂടെ സഹകരിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. ശക്തമായി കാലഘട്ടത്തിൽ ഈ ദേശത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം എല്ലാവരിലും ഒരുപോലെ വ്യാപരിക്കുമാറാകട്ടെ. തിരുവചനം കേൾക്കുവാനായി കടന്നു വന്ന എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന ദൈവമാണ് കർത്താവേ. സ്തോത്രം. ഒരു വഴി അടയുമ്പോൾ നിനക്ക് വ്യക്തമായ ആലോചനയും പദ്ധതിയും അതിന്റെ പിൻപിലുണ്ട് എന്നുള്ള മഹാസത്യം ഇന്ന് കർത്താവെ ഞങ്ങളെ ഓർപ്പിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. മാനവും മഹത്വം എല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മളുടെ ശുശ്രൂഷകൾക്കായി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് ജോർജ് അവരുടെ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാവിലെ സമയം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കടന്നു വരുവാൻ വലിയവനാകുന്ന ദൈവം ഒരുക്കി തന്ന ദൈവകൃപയ്ക്കായി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ചിന്തിച്ച സമയ പരിധിക്കകത്ത് നിന്നുകൊണ്ടാണ് നമ്മുടെ ശുശ്രൂഷകൾ പോകുന്നത്. ചുരുക്കം ചില നിമിഷങ്ങൾ കൂടെ മാത്രമേ ഇനി മുമ്പാകെ നമ്മൾ എടുക്കുകയുള്ളൂ. അത് ഒന്ന് രണ്ട് അവസാനം പ്രാർത്ഥനയുണ്ട്. പ്രത്യാശയുടെ ഒരു പാട്ട് പാടുന്നതിന് മുമ്പായി ഔട്ട് ഓഫ് താങ്ക്സ് ഇന്ന് കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവ മക്കൾക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നന്ദി അറിയിക്കുന്നു. വിശേഷാൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന് ദൈവ വചനത്തിൽ കൂടെ നമ്മെ അനുഗ്രഹിച്ച കർത്താവിന്റെ വലിയ ദാസൻ പാസ്റ്റർ സാം ജോർജ് IPC ജനറൽ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, എന്റെ ഇളയ സഹോദരനാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേക അവിടെ വേറെ പരാമർശങ്ങളൊന്നും വെക്കുന്നില്ല. എന്നാൽ കർത്താവിന്റെ വലിയ ദാസനെ കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് തന്റെ കുടുംബത്തിനായി
ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്ന് അനുഗ്രഹീതമായ രീതിയിൽ ശുശ്രൂഷ ചെയ്തതിന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഓസ്ട്രേലിയ റീജിയന്റെ on behalf of IPC Australia region, I extend our thanks to you and your family. IPC Australia region എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓരോന്നോരോന്ന് എടുത്ത് പറയാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോകുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന കമ്മിറ്റിയും കൗൺസിലും അനുഗ്രഹീതമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കർത്താവ് നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ഇന്ന് കടന്നു വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്തതിനും ആ ശുശ്രൂഷയുടെ ഭാഗമായി തീർന്നുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കൊയർ അനുഗ്രഹീതമായ പാട്ടുപാടി സിഡ്നി മെൽബൺ വേർഷിപ്പ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രിയ ജോബിനും ടോമിയും ആ കാര്യങ്ങൾ ചെയ്ത് പാട്ടുപാടി നമ്മെ ദൈവകൃപയിൽ പ്രചോദനപ്പെടുത്തി അത് എൻകറേജ് ചെയ്തുകൊണ്ട് അവരോടൊരുമിച്ച് വേർഷിപ്പ് പാടി ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് പ്രിയ കൊയറിന് കൊടുത്ത കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർക്കുള്ള നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റർ ഓർഗനൈസേഷൻസ് ഉണ്ട്. പുത്രികാ സംഘടനകളാകുന്ന PYPA സൺഡേ സ്കൂൾ, അതേപോലെ തന്നെ സഹോദരി സമാജം പ്രിയപ്പെട്ടവരുടെ സഹകരണത്തിനും പാർട്ടിസിപ്പേഷനും പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതിഥികളായി കടന്നു വന്ന അനേക ദൈവദാസന്മാരുടെ എല്ലാവരുടെയും പേരെടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. സമയമില്ലാത്തതുകൊണ്ട് അതിൽ കൂടെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പാസ്റ്റർ സന്തോഷ് പാസ്റ്റർ ഗുജറാത്തിൽ നിന്ന്, അതേപോലെ പാസ്റ്റർ എബ്രഹാം ജോൺ ഗുജറാത്തിൽ നിന്ന്, പാസ്റ്റർ KJ തോമസ് റായ്പൂരിൽ നിന്ന്, അതേപോലെ പാസ്റ്റർ തോമസ് ഫിലിപ്പ് ഇവിടെയുണ്ട് സിഡ്നിയിൽ നിന്ന്, ഡേവിഡ് പാസ്റ്റർ മെൽബണിൽ നിന്ന്, ആദിയായ ദൈവദാസന്മാർ മറ്റു പല പ്രിയപ്പെട്ടവരുണ്ട്. അവർ ഓരോരുത്തരെയും പേരെടുത്ത് പറയുവാൻ എന്റെ മുന്നിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നു. അതേപോലെ കാനഡയിൽ നിന്ന് ഇവാഞ്ചലിസ്റ്റ് അജു വർഗീസ്, അദ്ദേഹം ഈ കോവിഡിന്റെ മഹാവ്യാധിയാൽ പിടിക്കപ്പെട്ടവനും മരണത്തെ മുഖാമുഖം കാണുകയും ചെയ്തതാണ്. IPC ഓസ്ട്രേലിയ റീജിയന്റെ പ്രയർ ഫെലോഷിപ്പിൽ അഥവാ ശനിയാഴ്ച നടക്കുന്ന നമ്മുടെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ദൈവം പ്രാർത്ഥന കേട്ട് ദൈവികമായ വിടുതൽ ലഭിച്ചു എന്നുള്ള സാക്ഷ്യം ഇവിടെയുള്ള പല സഭകളിൽ തന്റെ ശുശ്രൂഷകളോട് വെളിപ്പെടുത്തിയാണ് ആ പ്രിയ യുവാവിനെ, ആ ദൈവദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നമ്മുടെ പ്രസ്ഥാനത്തിന് വെളിയിൽ നിന്ന് വന്ന് അറ്റൻഡ് ചെയ്ത അനേക പ്രിയപ്പെടുന്നുണ്ട്. വിശേഷാൽ മാത്യു മേക്കാടിന് ഉള്ളതായ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അങ്ങനെയുള്ള അനേകരുണ്ട്. പേരെടുത്ത് പറവാൻ എനിക്ക് സന്തോഷമുണ്ടെങ്കിൽ സമയം അനുവദനീയമല്ലാത്തത് കൊണ്ട് ആ ഭാഗത്തുനിന്ന് മാറുന്നു. ഇപ്പോൾ കർത്താവിലെ വിലയേറിയ ദാസൻ പാസ്റ്റർ എബ്രഹാം ജോർജ് അവറുകൾ ഒരു പ്രാർത്ഥിക്കുന്നതായിരിക്കും. സമാപന പ്രാർത്ഥനകൾ ഒന്നായി, അതിനുശേഷം പ്രത്യാശയുടെ ഒരു പാട്ട് കൊയർ വീണ്ടും പാടുകയും അനുഗ്രഹ പ്രാർത്ഥനയായി അവസാനമായി പാസ്റ്റർ വർഗീസ് മത്തായി അവറുകൾ അനുഗ്രഹ പ്രാർത്ഥന ദൈവജനത്തെയും ഇവിടെയുള്ളതായ പ്രവർത്തനത്തെയും ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ആശീർവാദത്തിന് മുമ്പായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ സിഡ്നി പെന്തക്കോസ്റ്റ് വേർഷിപ്പ് സെന്ററിന്റെ ശുശ്രൂഷനായിരിക്കുന്ന കർത്താവിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന ബഹുമാന്യനായ ദൈവദാസൻ പാസ്റ്റർ എബ്രഹാം ജോർജ് അവറുകൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയില് കർത്താവേ ഈ രാജ്യത്തിന്റെ അതായത് പല ഭാഗങ്ങളിൽ ആയിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട ദൈവദാസന്മാർ, ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ആയിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, കർത്താവെ ഒരുമിച്ച് ഞങ്ങൾക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടി കടന്നു വരുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ദൈവജനം കേൾക്കുവാൻ സ്വർഗ്ഗം ഞങ്ങളെ ഇന്ന് ഈ രാവിലെ സഹായിച്ചതിനായി സ്തോത്രം. ഇങ്ങനൊരു കർത്താവെ ഒരു ആഗ്രഹം പ്രിയപ്പെട്ട കർത്താവ് നൽകി അതിനായി ഇന്നത്തെ ദിവസം അതിനായി ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതിനായി സ്തോത്രം. കർത്താവെ ഇന്ന് ഈ സൂമിൽ കടന്നു വന്ന എല്ലാ കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് അടിയങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അങ്ങയുടെ ബലമുള്ള കരകൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തെന്ന് ഞങ്ങൾ അറിയുന്നില്ല. എന്നാൽ കർത്താവെ അവസ്ഥകളെ മാറ്റം വരുത്തുന്ന ദൈവം ഇന്നാളുകളില് എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തി ഭവനങ്ങളെയും ഏതെങ്കിലും പ്രത്യേക വിഷയത്തിൽ നിരാശയോടെ നെടുകുരുപ്പോടെ ആരെങ്കിലും ഇന്നിവിടെ നിന്ന് കേൾക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ക്രിയ ചെയ്ത് അവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ സ്വർഗം കൃപ ചെയ്യണമെന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ നല്ല വചനങ്ങൾക്കായി സ്തോത്രങ്ങളുടെ ഭക്തനെ കർത്താവിന്റെയും കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ.
കർത്താവേ, നാളുകളിൽ അടിയങ്ങൾ അവേ സ്തോത്രം അങ്ങയുടെ പദ്ധതി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയുടെ നാമത്തിന് വേണ്ടി പിന്നെയും വിശ്വസ്തയോടെ നിൽക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഇഷ്ടമല്ല കർത്താവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറുവാൻ സ്വർഗം ഞങ്ങൾ കൂടി ഇടയാക്കുകയാണ് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ അതിനായി ഞങ്ങളെ ഒരുക്കിക്കാട്ടെ. റീജിയനുള്ള എല്ലാ സഭകൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. നേതൃത്വം കൊടുക്കുന്ന കർത്താവിന് വിലപ്പെട്ട ദാസൻ പാസ്റ്റർ തോമസ് ജോർജിനായി കുടുംബത്തിനായി സ്തോത്രം. നിങ്ങളുടെ ദാസനെ പിന്നെയും കാര്യങ്ങളിൽ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ ദേവദാസന്മാരെയും സഹായിച്ചാട്ടെ കർത്താവേ. മീറ്റിംഗ് ലീഡ് ചെയ്ത കർത്താവിൽപ്പെട്ട ദാസനായി സ്തോത്രം ശക്തീകരിച്ചാട്ടെ. മറ്റെല്ലാ ശുശ്രൂഷകളെയും കർത്താവ് നിയന്ത്രിക്കുക. ദാസന്മാരെ കരങ്ങളെടുത്തതിനായി സ്തോത്രം. അങ്ങയുടെ ബലക്കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു കർത്താവേ. ഈ കടന്നു പോകുന്ന ഈ കോവിഡ് അവസ്ഥകൾക്കെല്ലാം സ്വർഗം ഒരു മാറ്റം വരുത്തണമേ. അങ്ങയുടെ പദ്ധതിയിലാണല്ലോ ഈ വിഷയങ്ങളുമായിരിക്കുന്നത് കർത്താവേ. എന്നാൽ ഈ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരുത്തി ദൈവത്തിൽ കർത്താവേ, ആ മാറ്റം വരുത്തുന്ന ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിച്ച് അങ്ങയിൽ ഞങ്ങൾ ചാരുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വം ബഹുമാനം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിന്റെ വലിയ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. പ്രത്യാശയുടെ ഗാനം പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഭാഗ്യകരമായ ഒരു പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. God has given us a blessed hope. നമ്മുടെ കർത്താവ് ഒരു സമയമായി പ്രത്യാശയുടെ ഗാനം പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാലി അറിയാവുന്നവർ ചേർന്ന് പാടി കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ കണ്ടിടും ദൂതസേനകളെ. അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ. അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാർത്താൽ അതു ഭാഗ്യം. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാർത്താൽ അതു ഭാഗ്യം. വ്യാകുലയായവളെ പ്രാവേ, വാക്കായാണിവിടെ. കുതൂഹലമോടൊരു നാളിൽ നീ പാടിയിടും വേഗം. വ്യാകുലയായവളെ പ്രാവേ, വാക്കായാണിവിടെ. കുതൂഹലമോടൊരു നാളിൽ നീ പാടിയിടും വേഗം. താമസമില്ല തിരുസഭയെ, കാലം തീരാറായി ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാം തേജസ്സിൽ. താമസമില്ല തിരുസഭയെ, കാലം തീരാറായി ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാം തേജസ്സിൽ. അരികളതിർത്തതിനാലേറ്റം ക്ഷീണിച്ചോ പ്രാവേ, ബിരുദു ലഭിച്ചവരന്നാളിൽ ചൂടും പൊന്മുടിയെ. അരികളതിർത്തതിനാലേറ്റം ക്ഷീണിച്ചോ പ്രാവേ, ബിരുദു ലഭിച്ചവരന്നാളിൽ ചൂടും പൊന്മുടിയെ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ മുന്നിൽ പ്രിയനെ കാണാം മേഘത്തിൽ. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ,
അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം. മേഘത്തിൽ താമസമില്ല തിരുസഭയെ, കാലം തീരാറായി ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാം. തേജസ്സിൽ താമസമില്ല തിരുസഭയെ, കാലം തീരാറായി ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാം. തേജസ്സിൽ അരികളതിർത്തതിനാലേറ്റം ക്ഷീണിച്ചോ പ്രാവേ, ബിരുദു ലഭിച്ചവരന്നാളിൽ ചൂടും പൊന്മുടിയെ. അരികളതിർത്തതിനാലേറ്റം ക്ഷീണിച്ചോ പ്രാവേ, ബിരുദു ലഭിച്ചവരം നാളിൽ ചൂടും പൊന്മുടിയെ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം. മേഘത്തിൽ ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം. മേഘത്തിൽ ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം. മേഘത്തിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, വളരെ സന്തോഷകരമായ ഒരു ആത്മീയ കൂട്ടായ്മ ദൈവം ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ ഓസ്ട്രേലിയൻ റീജിയന്റെ ഈ പ്രഥമ മാസയോഗത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടായ്മയെ ആചരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നല്ല അവസരം തന്നു. ഇന്റർനെറ്റിന് കണക്ഷൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി, ഡിവൈസുകളെ ഞങ്ങൾക്ക് അനുകൂലമായി ദൈവം ഒരുക്കി. ഞങ്ങളായിരുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നു. അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. നല്ല സങ്കീർത്തന ഭാഗത്തെ ദൈവം ഞങ്ങൾക്ക് തന്നു. പ്രാർത്ഥിപ്പാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് അവിടുന്ന് തന്നു. നിങ്ങളുടെ പ്രിയദാസന്മാരിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹീത ആലോചനയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ വിചാരങ്ങളല്ല അങ്ങയുടെ വിചാരങ്ങൾ. ഞങ്ങളുടെ വിചാരങ്ങൾക്ക് പരിമിതികളുണ്ട്, അതിന് മാനസികമായ പരിമിതികളുണ്ട്. എന്നാൽ ഞങ്ങളെക്കാൾ ഉപരിയായി ഞങ്ങളുടെ കഷ്ടതയുടെയും വേദനയുടെയും ഇടുക്കത്തിന്റെയും ഞെരുക്കത്തിന്റെയും ഭാരത്തിന്റെയും എതിരുകളുടെയും നടുവില് ഞങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുകയും ഞങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുകയും ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുകയും ചെയ്യുന്ന ഒരു നല്ല ദൈവം അങ്ങാകയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ വിലയേറിയ അഭിഷേക്തൻ പാസ്റ്റർ സാം ജോർജിനെ ഞങ്ങൾക്ക് വേണ്ടി ദൈവം കരങ്ങൾ ഉപയോഗിച്ചല്ലോ. വീണ്ടും അങ്ങയുടെ ദാസനെ അനേകായിരങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമേ. അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുപ്പാൻ, അനേകരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ നിന്റെ ദാസന്റെ ശുശ്രൂഷ കർത്താവേ അവിടുന്ന് മുഖാന്തരമാക്കണം. കുടുംബമായി ദൈവം അനുഗ്രഹിക്കണം. ദൈവം ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റവും നന്നായി ചെയ്യുവാൻ ആവശ്യമായ സ്വർഗീയ കൃപയും ദൈവിക പരിജ്ഞാനവും നിന്റെ ദാസന്റെ മേൽ വീണ്ടും പകർന്ന് ദൈവം നിന്റെ ദാസനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ശേഷാൽ ഓസ്ട്രേലിയൻ റീജിയനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രിയദാസൻ പാസ്റ്റർ തോമസ് ജോർജിലൂടെ ദൈവം കൊടുക്കുന്ന അനുഗ്രഹീതമായ ആത്മീയ നേതൃത്വത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചതായ അനുഗ്രഹീത ചിന്തകൾക്കായി നന്ദിയോടെ സ്തോത്രം. കുടുംബമായി ദൈവം അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ ദാസനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ഭാരവാഹികൾക്കായും എല്ലാ കൗൺസിൽ അതുപോലെ കമ്മിറ്റി അംഗങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എല്ലാ സഭകളെയും എല്ലാ ദൈവജനത്തെയും എല്ലാ കർത്തൃദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ അതിന്റെ നടുവിൽ വിശ്വസ്തയോടെ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് കൃപകൾ പ്രാപിച്ച് അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ, അനേകർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കർത്താവെ ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി ദൈവം ഞങ്ങൾക്കായി തുറക്കും. ഞങ്ങൾക്കറിയാം സുവിശേഷീകരണത്തിന്റെ പല വഴികളും അടഞ്ഞിരിക്കുന്നെങ്കിലും ദൈവം തന്നതായ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ആവുന്നിടത്തോളം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം, നിർമ്മല സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ പിതാവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയൻ റീജിയന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോ ദിവസം കഴിയും തോറും അഭിവൃദ്ധിയിലേക്കും അനുഗ്രഹത്തിലേക്കും
വളർച്ചയിലേക്കും ദൈവം നയിക്കണമേ. ആത്മാവിന്റെ ഐക്യതയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ദൈവ സ്നേഹത്തിൽ അങ്ങയ്ക്ക് വേണ്ടി ഒരുമിച്ച് അധ്വാനിപ്പാൻ നിന്റെ ജനത്തെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്തിന്റെ കൃപയുടെ കരങ്ങളിൽ റീജനെയും റീജന്റെ ഭാരവാഹികളെയും എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും എല്ലാ സഭകളെയും കർത്തൃദാസന്മാരെയും കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ തലമുറയിൽ ഒരു അനുഗ്രഹ വിഷയമായിരിക്കാൻ ദൈവം കൃപ ചെയ്യണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം 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 സ്തോത്രം. ആസ്വാദം പറയുന്നതിന് മുമ്പായി ഒരു കാര്യം ഓർപ്പിക്കുന്നു. ഈ മീറ്റിംഗ് അനുഗ്രഹീതമായ രീതിയിൽ ലീഡ് ചെയ്ത കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ വർഗീസ് ഉണ്ണുണ്ണിക്ക് പ്രത്യേക നന്ദി. റീജന്റെ സെക്രട്ടറി, അതേപോലെ കാര്യങ്ങൾ ക്രമീകരിച്ച കർത്താവിന്റെ ദാസന്മാർ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. നമ്മുടെ അടുത്ത മാസയോഗം സെപ്റ്റംബർ മാസം 19 തീയതി 2020 സെപ്റ്റംബർ 19th സാറ്റർഡേ, 3rd സാറ്റർഡേ ഓഫ് സെപ്റ്റംബർ 2020 സൂമിൽ കൂടെ കർത്താവ് വരാൻ താമസിച്ചാൽ വീണ്ടും ഉണ്ടായിരിക്കും. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. 19th of September 2020 മൂന്നാമത്തെ ശനിയാഴ്ച, 3rd സാറ്റർഡേ ഓഫ് ദ മന്ത് ഓഫ് സെപ്റ്റംബർ. കർത്താവ് എല്ലാവരെയും അവിടെയായി ദൈവകൃപയിൽ വീണ്ടും കാത്തു പരിപാലിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവെ, വീണ്ടും നന്ദിയോടുകൂടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. തിരുസാന്നിധ്യത്തിനായി സ്തോത്രം, ശുശ്രൂഷയെ അനുഗ്രഹിച്ചതിനായ സ്തോത്രം, അങ്ങയുടെ ഭൃത്യന്മാരെ ബലപ്പെടുത്തിയതിനായ സ്തോത്രം, റീജനായി സ്തോത്രം. കർത്താവ്, ഇതിലുള്ള സഭകൾക്കും ശുശ്രൂഷന്മാർക്കും ദൈവജനത്തിനുമായി സ്തോത്രം. ഈ ദേശത്തിന് വേണ്ടി സ്തോത്രം. ഇന്ന് കടന്നു വന്ന് ഞങ്ങളോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച് ഞങ്ങളുടെ വിലപ്പെട്ട എല്ലാ ദൈവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ സഭകളെയും അവരുടെ ദേശത്തെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കൃപകീഴിൽ പൊതിയണം, പുത്രനെ മഹത്വപ്പെടുത്തണം. വീണ്ടും ഞങ്ങൾ കാണുവോളോ ഈ ഭൂമിയിൽ വെച്ച് എങ്ങനെയെന്നുള്ള ഞങ്ങൾക്ക് അറിയയില്ല. എന്നാൽ അതിനു മുമ്പായ നിന്റെ മധ്യാകാശത്തിലെ വരവാണെങ്കിൽ നിന്റെ വരവിൽ ഞങ്ങൾ എല്ലാവരും എടുക്കപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. വിശുദ്ധിയിൽ ജീവിപ്പാൻ, നിർമ്മലയിൽ ജീവിപ്പാൻ, കർത്താവിന്റെ അതേ സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ അനുദിനം വർദ്ധിപ്പിച്ചു കൊണ്ടുവരുവാൻ ദൈവകൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒടുവിൽ ഒരിക്കൽ അങ്ങേപ്പോലെ ഞങ്ങളായി തീരണമെന്നുള്ള ആഗ്രഹം ഞങ്ങളുടെ ഹൃദയത്തിൽ വർദ്ധിപ്പാൻ കർത്താവ് ഇട ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. പുത്രനെ മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മോടും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ലോകത്തിന്റെ നാനാഭാഗങ്ങൾ ചിതറി പാർക്കുന്ന സകല വിശുദ്ധന്മാരോടും കൂടെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിന്റെ മധ്യാകാശത്തിലെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ നമ്മുടെ കർത്താവ് വേഗം വരുന്നു. താങ്ക് യു.